ഒരു വാക്കുകൂടെ കർത്താവിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ. അതേ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ ഞങ്ങളായിരിക്കുന്നു. അവിടുന്നാണ് സാക്ഷാൽ മുന്തിരിവള്ളി അങ്ങയിൽ വസിച്ച ഫലം കഴിപ്പാനായിട്ട്, അങ്ങയിൽ വസിപ്പാനായിട്ട് ഞങ്ങൾ ഇതാ കർത്താവേ, ഞങ്ങൾ കൂടി വന്നിരിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടെ അങ്ങയിലേക്ക് ആഴത്തിൽ വസിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഴത്തിലേക്ക് അങ്ങയുടെ കർത്താവേ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു കർത്താവേ. ഒരു ജീവനുള്ള യാഗമായിട്ട്, ഒരു സാക്രിഫൈസായിട്ട് ഞങ്ങളെ തന്നെയും സമർപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം, സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിൽ നിറഞ്ഞ് കർത്താവേ അവിടുന്ന് തന്നെ ഞങ്ങളിൽ വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശബ്ദം തന്നെ ഞങ്ങൾക്ക് കേൾക്കണം. അതേ കർത്താവേ, ജീവനും ആത്മാവുമായിട്ടുള്ള അവിടുത്തെ ആ ജീവൻ്റെ ശബ്ദത്തെ കേൾപ്പാൻ, ജീവമൊഴികളെ കേൾപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ സ്നേഹത്താൽ എരിയുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതേ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ എന്തുദ്ദേശത്തോടെയാണോ കർത്താവേ ഞങ്ങളെ അവിടുന്ന് വീട്ടിൽ ജനിപ്പിച്ചത്, ആ ഉദ്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ അധികമായിട്ട് ഈ വരുന്ന ആളുകളിൽ നടപ്പാകുവാൻ തക്കവണ്ണം കർത്താവേ അവിടുത്തെ വചനം ഞങ്ങളുടെ ക്രിയ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സർവ്വസ്വാതന്ത്ര്യത്തോടെ ഞങ്ങളുടെ മേൽ കർത്താവെ വിഹരിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ മേൽ ഹവർ ഓവർ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ അവിടത്തേക്ക് എല്ലാ സ്വാതന്ത്ര്യവും തരുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ സ്വയത്തെ, അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ, ഞങ്ങളുടെ സ്വയത്തെ, ഞങ്ങളുടെ സെൽഫിനെ ഞങ്ങൾ കർത്താവെ അവിടുത്തെ മുമ്പാകെ താഴ്ത്തി സീറോ ആയിട്ട് വട്ടപൂജ്യമായിട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അധികമായിട്ട് അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ പൊന്നുനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. നമ്മളിപ്പോൾ യോഹന്നാൻ 15 അധ്യായത്തിൽ നമ്മൾ കോട്ടേജ് മീറ്റിങ്സിൽ ചിന്തിച്ചുകൊണ്ട് വന്ന യോഹന്നാൻ 15 അധ്യായം നമ്മൾ അതിൻ്റെ ഒരു 5-6 വാക്യങ്ങൾ വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. നമുക്കറിയാം അതിൻ്റെ കോണ്ടെക്സ്റ്റൊക്കെ. കർത്താവിൻ്റെ 33 വർഷക്കാലം ഉള്ള കർത്താവിൻ്റെ ഇഹലോക ജീവിതവാസത്തിൽ അവസാനത്തെ 3 വർഷക്കാലമായിരുന്നു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ. ആ പരസ്യ ശുശ്രൂഷയുടെയും അവസാനത്തെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് അന്ത്യത്താഴം കഴിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ യോഹന്നാൻ 13 അധ്യായത്തിൽ കാണുന്നത്. അവിടെ കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു. ആ ദൈവത്തിൻ്റെ ആ ഒരു കർത്താവിൻ്റെ ആ ഒരു താഴ്മയും, കർത്താവ് സർവശക്തനായ സർവ്വത്തെയും സൃഷ്ടിച്ച കർത്താവിന് പറയുന്നുണ്ട്, കർത്താവിന് കൽപ്പിച്ചാൽ ലഗിയോൺ സൈന്യം വരും. അതുപോലെയുള്ള അത്ര സർവശക്തനായ ആ ഒരു ദൈവം കർത്താവ് ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ കർത്താവിന് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. കർത്താവിൻ്റെ ആ ഒരു സാഗ്ബറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹെവൻലി ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ കർത്താവ് അത് ഉപയോഗിച്ചില്ല. അത്രമാത്രം സർവശക്തനായൊരു ദൈവം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം ഉണ്ടായി. ആ വചനത്താലാണ് എല്ലാം ഉരുവായതെന്നൊക്കെ നമ്മളെ എബ്രായർ 1 അധ്യായത്തിലും യോഹന്നാൻ 1 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ വചനമാകുന്ന കർത്താവ് ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് തന്നെ ഒഴിച്ച് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പം കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴിയുന്നത് പോലും കർത്താവ് അതൊരു സ്വാഭാവികമായിട്ട് അതെന്തോ വലിയൊരു താഴ്മയുടെ പ്രവൃത്തിയായിട്ട് എന്നുള്ള രീതിയിലൊരു ഒരു പ്രകടനം മാതിരിയല്ല, മറിച്ച് സ്വാഭാവികമായിട്ട് അവരുടെ ആ ശിഷ്യന്മാരുടെ അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ അവർ പൊടിയൊക്കെ നിറഞ്ഞ റോഡിൽ കൂടെ വരുന്ന ആ യഹൂദന്മാർ അവർ കാല് കഴുകുക ഒരു പതിവായിരുന്നു. എന്നാൽ ആ അടിമയായിട്ട് ആരും അവിടെ ഇല്ലാത്തത് കൊണ്ട് കർത്താവ് തന്നെ ഒരു അടിമദാസൻ എന്ന വണ്ണം കർത്താവ് തന്നെ താഴ്ത്തി ഒരു അടിമദാസനായിട്ട് അവിടെ കാല് കഴുകുന്നതും, അവരോട് പിന്നെ അവർക്ക് അപ്പം മുറിച്ച് കൊടുക്കുന്നു, യൂദാസിനും മുറിച്ച് കൊടുക്കുന്നു. യൂദാസ് അത് വാങ്ങിച്ച് കഴിക്കുന്നു. അവനത് കൂടുതൽ ശിക്ഷാവിധിക്ക് യോഗ്യനാകുന്നു. അങ്ങനെ സാത്താൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു. യോഹന്നാൻ 13:27 നമ്മളത് വായിച്ചു. അത് കഴിഞ്ഞിട്ട് അവനങ്ങ് പോയി ബാക്കിയുള്ള 11 ശിഷ്യന്മാരോട് കർത്താവിൻ്റെ ആ ഒരു ദീർഘമായ സ്നേഹ സംഭാഷണം നമ്മൾ മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ യോഹന്നാൻ 13 അധ്യായത്തിൻ്റെ 31 മുതൽ 16-ൻ്റെ 33 വരെയുള്ള വാക്യങ്ങളെല്ലാം കർത്താവിൻ്റെ ആ ദീർഘമായ സ്നേഹ സംഭാഷണം. 17-ാമത്തെ അധ്യായം മുഴുവൻ കർത്താവിൻ്റെ ആ ഒരു മഹാപുരോഹിത പ്രാർത്ഥന, ഹൈ പ്രീസ്ലി പ്രയർ ആണ്. പിന്നെ 18-ാം അധ്യായത്തിൽ കർത്താവ് അറസ്റ്റഡ് ആവുന്നതും പിറ്റേ ദിവസം രാവിലെ 9 മണിയോടാണ് കർത്താവിനെ 9 മണിക്കാണ് കർത്താവിനെ ക്രൂശിക്കുന്നതും. പിന്നെ 9 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ 6 മണി നേരമായിരുന്നു കർത്താവ് ക്രൂസിലുണ്ടായിരുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ ദീർഘ സംഭാഷണം, കർത്താവിൻ്റെ അവസാനത്തെ
കർത്താവ് അവസാനമായിട്ട് ശിഷ്യന്മാരുമായിട്ടുള്ള ആ ഒരു ദീർഘ സംഭാഷണം നമ്മൾ അതിൻ്റെ ആഴങ്ങൾ എത്ര ആഴത്തിലേക്ക് പോയാലും മതി വരാതെ വണ്ണമുള്ള ആഴങ്ങളുള്ള ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ യോഹന്നാൻ 14 അധ്യായത്തിൽ അപ്പം ആദ്യം കർത്താവ് ശിഷ്യന്മാരോട് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പനയൊക്കെ തരുന്നു. യോഹന്നാൻ 13:31 മുതൽ നമ്മൾ നോക്കുമ്പം ഒരു പുതിയ കൽപ്പന തരുന്നു, ഞാൻ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കണം. എന്നാൽ പത്രോസേ നീ തള്ളി പറയുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. എന്നാൽ ഹൃദയം കലങ്ങി പോകേണ്ട. 14 അധ്യായം ഞാൻ തന്നെയാണ് വഴി, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിതാവിലാണ് വസിക്കുന്നത്, പിതാവ് എന്നിലാണ് വസിക്കുന്നത്, അങ്ങനെയാണ് പിതാവ് തൻ്റെ പ്രവൃത്തികൾ എന്നിൽ വസിച്ച് ചെയ്യുന്നതെന്നൊക്കെ എൻ്റെ 10-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കും അതുപോലെയുള്ള ഈ പ്രവൃത്തികളും ഇതിലും വലിയ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തക്കവണ്ണം ഞാൻ പരിശുദ്ധാത്മാവിനെ മറ്റൊരു സഹായകനെ, ഞാനൊരു സഹായകനായിട്ട് ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, മറ്റൊരു സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ പിതാവിൽ നിന്ന് അയച്ചു തരും എന്നുള്ളൊരു കാര്യം ഞാൻ പിതാവിനോട് പറയും. 16-ാമത്തെ വാക്യം യോഹന്നാൻ 14:16. എന്നാൽ എന്നുള്ള ആ പരിഭാഷ അത്രങ്ങ് കറക്റ്റല്ല. അത് തന്നെയുമല്ല എന്നാണ് അവിടെ പരിഭാഷപ്പെടുത്തേണ്ടത്. കായ് എന്നുള്ള ഒരു വാക്ക. അത് തന്നെയുമല്ല, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും. ആ കാര്യസ്ഥൻ നിങ്ങൾക്ക് എല്ലാം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർപ്പിക്കും. ഞാൻ പോയാലും നിങ്ങൾക്കൊന്നും കുറവുണ്ടാവത്തില്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാണ്. നമ്മളത് യോഹന്നാൻ 16 നമ്മളത് വായിച്ചല്ലോ. ഇറ്റ് ഇസ് ടു യുവർ അഡ്വാൻറ്റേജ്. 16 7-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, നിങ്ങൾ ആത്മീയമായിട്ട് വളരാനും നിങ്ങളെ കാണാതെ വിശ്വസിക്കുന്നവർ അധികം ഭാഗ്യവാന്മാരാകുവാനും. കർത്താവ് യോഹന്നാൻ 20 അത് പറയുന്നത്, കാണാതെ വിശ്വസിക്കുവാൻ വെച്ചാൽ അവർ കർത്താവിനെ കണ്ടങ്ങ് വിശ്വസിക്കുമായിരുന്നു. എന്നാൽ കർത്താവ് ഇനിയിപ്പോൾ അവരുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് വസിച്ച് കർത്താവിനെ അവരെ തൊട്ടറിഞ്ഞ് ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് കർത്താവിനെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് അവർ അങ്ങനെ കാണാതെ വിശ്വസിക്കുന്നവരാകുന്നത് അധികം ഭാഗ്യാവസ്ഥയാണെന്ന് തോമസിനോട് പറയുന്ന കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. ഇതേ യോഹന്നാൻ 20 അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. 29-ാമത്തെ വാക്യത്തിൽ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ചിലപ്പം ഈ സൂം മീറ്റിങ്ങിലൊക്കെ ആരും വീഡിയോ ഓൺ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ കാണാതെ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ തമാശയായിട്ട് പറയുക, സഹോദരൻ അവിടെ ഉണ്ടെന്ന് ഞാനങ്ങ് കാണാതെ വിശ്വസിക്കുക എന്ന് പറയുന്നത് പോലെ എന്നാൽ അത് നമ്മളൊരു ഒരു ഹ്യൂമറസ് ആയിട്ട് പറയുന്നുള്ളതേ ഉള്ളൂ. ഇന്ന് ആ ഒരു നമ്മളുടെ ഭൗതികമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കാണാതെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ആത്മാവിൻ്റെ കണ്ണുകൾ പ്രകാശിക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെ എഫേസർ 1:17 എഫേസർ സഭയെക്കുറിച്ച് ഹൃദയ കണ്ണുകൾ പ്രകാശിക്കപ്പെടുന്നതിനെ കുറിച്ച് ദ ഐസ് ഓഫ് യുവർ ഹാർട്ട് മേ ബി എൻലൈറ്റൻഡ് ഒക്കെ പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആത്മാവിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് ആത്മീയ മനുഷ്യൻ്റെ ഉള്ളത്തിലെ, അതായത് നമുക്ക് ദൈവം തന്നെ ആ പുതിയ ആത്മാവ്, പുതു മനുഷ്യനായിട്ട് പറഞ്ഞ ആ പുതു മനുഷ്യൻ്റെ കണ്ണുകൾ യേശുവിനെ അന്തരംഗത്തിലെ യേശുവിൻ്റെ ആ തേജസ്സിനെ കാണുവാൻ തക്കവണ്ണം പ്രകാശിക്കപ്പെട്ട് അങ്ങനെ കാണാതെ വിശ്വസിച്ച അധികം ഭാഗ്യാവസ്ഥയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ അയച്ചു തരാൻ പോവുക. അവൻ നിങ്ങളെ ഞാൻ പറഞ്ഞതൊക്കെ ഓർപ്പിക്കും. യോഹന്നാൻ 14:26 എല്ലാം ഓർപ്പിക്കും എന്ന് പറഞ്ഞിട്ട് വളരെ ഓർക്കേണ്ടതായിട്ടുള്ളൊരു വചനം അതിൻ്റെ തൊട്ട് താഴെ പറയുന്നു. 27-ാമത്തെ വാക്യത്തിൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇന്ന് കൗൺസിലിങ്ങിന് വന്ന ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ ഒക്കെ വരുമ്പം ഞാൻ പ്രാർത്ഥിച്ചാണ് വിടാറുള്ളത്. അപ്പം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഇന്ന് ഞാൻ കോട്ട് ചെയ്ത് ഓർക്കുന്നുണ്ട് ഈ ഒരു വാക്യം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. യോഹന്നാൻ 14:27 വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്നുള്ള ആ വാക്യവും മത്തായി 11:28 നമ്മുടെ മനപ്പാഠ വാക്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ചിന്തിച്ചു. ഇവിടെ യോഹന്നാൻ 14:27 കൂട്ടി ചെയ്ത് ഇന്നും ഒരു കുടുംബത്തെ കർത്താവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഓർക്കുന്നു. ഞാൻ പറഞ്ഞു വെച്ചാൽ ആ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് കർത്താവിൻ്റെ ആ സമാധാനം, എൻ്റെ സമാധാനത്തെക്കുറിച്ചൊക്കെ, കർത്താവ് തരുന്ന സമാധാനത്തെക്കുറിച്ചൊക്കെ നമ്മളെ ഓർപ്പിക്കും. അത് കഴിഞ്ഞിട്ട് തന്നെക്കുറിച്ച് ലോകം എന്താ അറിയേണ്ടതെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ 14:31 നമ്മൾ കണ്ടു. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ, എഴുന്നേൽക്കുവിൻ നാം പോവുക. ലോകം ഇത്ര അറിഞ്ഞാൽ മതി എന്നെക്കുറിച്ച്, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നവനാണ്. ലോകം നമ്മളെക്കുറിച്ച് എന്താ അറിയേണ്ടത്? ഇതേ കാര്യമാണ്. ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നവനാണ്, യേശു പറഞ്ഞത് അതുപോലെ അനുസരിക്കുന്ന ഒരു ദൈവവേദലാണ് ഞാൻ എന്നാണ് മറ്റുള്ളവർ എന്നെ കാണുന്നവർ, എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ വീട്ടിലുള്ളവർ, എൻ്റെ അയൽവക്കത്തുകാർ, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, എൻ്റെ സഹപ്രവർത്തകർ, അവരെല്ലാം യേശുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ
യേശു പറഞ്ഞതുപോലെ എല്ലാം അങ്ങ് അനുസരിക്കുന്ന ഒരു സഹോദരൻ, ഒരു സഹോദരി എന്ന ആ സാക്ഷ്യം അത് നമുക്കും അതുണ്ടാകട്ടെ, ലോകം അതറിയട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ പിശാച് വരുമ്പം, ലോകത്തിന് അധിപതി വരുമ്പോൾ അവന് എന്നോടൊരു കാര്യവുമില്ല. 30-ാമത്തെ വാക്യം, യോഹന്നാൻ 14:30. അതുപോലെ ലോകത്തിൻ്റെ ഒരു കളങ്കമേൽക്കാതെ ജീവിച്ച ആ ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാട്. എത്ര വലിയൊരു മാതൃക. വള്ളം വെള്ളത്തിലാണ്, എന്നാൽ വെള്ളം വള്ളത്തിലില്ല എന്ന് പറയുന്നത് പോലെ കർത്താവ് ലോകത്തിൽ ജീവിച്ചു, എന്നാൽ ലോകം ഒട്ടും കർത്താവിലില്ലായിരുന്നു. ലോകം എന്ന് പറഞ്ഞാൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപമാകുന്ന ലോകവ്യവസ്ഥകൾ, അതിൻ്റെ ഒരു മണം പോലും, അതിൻ്റെ ഒരു അംശം പോലും, ഒരു അണുവിട പോലും കർത്താവിലില്ലാതെ ജീവിച്ച ആ ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നേറ്റ് പോവുക എന്ന് പറഞ്ഞ് 31-ാമത്തെ വാക്യം. അപ്പോൾ നമ്മൾ ആ മാളികമുറിയിലാണ് അവർ അന്ത്യത്താഴം കഴിച്ച്, നമ്മൾ മർക്കോസ് 14 അത് വായിക്കുന്നുണ്ട്. വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള എല്ലാം ഒരുക്കിയ ഒരു മാളികമുറിയിൽ പിതാവ് പുത്രന് വേണ്ടി, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അവിടെ ഒരുക്കപ്പെട്ടിരുന്നു. അതിനുശേഷം അവർ ഒലിവുമലയിലോട്ട് പോകുന്ന കാര്യമാണ് നമ്മൾ മത്തായി 26:30 നമ്മൾ വായിച്ച്, മർക്കോസിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒലിവുമലയിലോട്ട് അവർ ഒരു പാട്ട് കൂടെ പാടി, ഒരു സ്തോത്രഗീതം പാടിയിട്ട്, ഹിമ്മ പാടിയിട്ട്, സ്തോത്രഗീതം, സോങ് ഓഫ് താങ്ക്സ് ഗിവിങ് പാടിയിട്ട്, അത് ക്രൂസിലേക്ക് പോകുമ്പോൾ ഒരു നന്ദിയുടെ പാട്ട്, സ്തോത്രഗീതം പാടിയ കർത്താവ് ക്രൂസിലേക്ക് പോകുന്നതെന്നുള്ളൊരു കാര്യം. നമ്മളും ക്രൂസിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ സ്വയത്തെ മരിക്കാനായിട്ട് പല അവസരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പം ഒരു മുറുമുറുപ്പോടെ, എന്തായാലും ക്രൂസ് എടുത്താലല്ലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതായി പോയല്ലോ, ഒരു ക്രിസ്ത്യാനിയായി പോയല്ലോ, അതുകൊണ്ട് ക്രൂസ് എടുക്കണമല്ലോ, അല്ലെങ്കിൽ ഞാനിവിടെ പ്രതികരിക്കരുതല്ലോ, അതുകൊണ്ടങ്ങ് ഇരുന്നേക്കാം. അങ്ങനെ ഒരു മുറുമുറുപ്പോടെ ഉള്ളൊരു ക്രൂസ് എടുക്കലല്ല, അതൊരു യഥാർത്ഥ ക്രൂസ് എടുക്കലും ആവത്തുമില്ല. എന്നാൽ സന്തോഷത്തോടെ പിതാവേ, അവിടുത്തെ ഹിതം എന്താണോ അത് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യും, അവിടുന്ന് എനിക്ക് കഴിയുന്ന കൂടുതലൊന്നും അനുവദിക്കത്തില്ല, അവിടുത്തെ കൃപ എല്ലാത്തിലും മതിയായതാണ്. അവിടെ സ്തോത്രത്തോടെ ക്രൂസിലേക്ക് പോകുന്ന, സ്തോത്രഗീതം പാടി ക്രൂസിലേക്ക് പോകുന്ന ആ ഒരു നാഥൻ്റെ കാൽച്ചുവടുകൾ നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാരും കൂടെ ഒലിവുമലയിലേക്ക് പോകുന്ന വഴിയിലും ആ ഒലിവുമലയിലെത്തുന്ന എന്തോ പുഴുവൊക്കെ ആയിട്ട് പറഞ്ഞ ആ സംഭാഷണം, പിന്നെയുള്ള വാക്കുകളായിരിക്കണം നമ്മൾ 15:1 മുതലുള്ള വാക്യങ്ങൾ. ഒരുപക്ഷെ ഒലിവുമലയിലോട്ട് പോകുന്ന വഴിയിലോ, ഒലിവുമലയിലേക്ക് ഒത്തിരി മുന്തിരിവള്ളികൾ, അവിടെ മുന്തിരിവള്ളികളും കൊമ്പുകളും മുന്തിരി ഒക്കെ ഇങ്ങനെ കൊലകൊലയായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പം അതൊക്കെ കണ്ട് താനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. ഇസ്രയേലിനെ ഒരു മുന്തിരിവള്ളിയായിട്ട് മിസ്രൈമിൽ നിന്ന് കൊണ്ട് നട്ട കാര്യമൊക്കെ നമ്മൾ 80-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് വീണ്ടും ഒക്കെ കണ്ടായിരുന്നു. എന്നാൽ ഇസ്രയേലിന് എന്ത് പറ്റിയില്ല, അങ്ങനെ യഥാർത്ഥത്തിലുള്ളൊരു സാക്ഷാൽ മുന്തിരിവള്ളിയായിട്ട് നല്ല ഫലം കായ്ക്കാനൊന്നും സാധിച്ചില്ല. അതായത് നമ്മൾ വേറൊരു ഉദാഹരണവും കഴിഞ്ഞ ആഴ്ച ബിനുപേറിൽ നമ്മൾ കേട്ടായിരുന്നു. അതായത് നാട്ടൊലിവും കാട്ടൊലിവിൻ്റെ ഉദാഹരണം നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ കാട്ടൊലിവായിരുന്നു നമ്മളെയാണ് കർത്താവ് നാട്ടൊലിവിനോട് ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ റോമർ 11-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നത്. നമ്മൾ മുന്തിരിവള്ളിയിൽ വസിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പം ആ ഒരു പോർഷൻ നമ്മളൊന്ന് വായിച്ചിരിക്കുന്നത്, നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള പോർഷൻ ആയിരിക്കുമെങ്കിലും നമ്മളൊന്നുകൂടെ ആ പോർഷനിലേക്കൊന്ന് പോകുന്നത് നല്ലതായിരിക്കും. അതാ നമ്മളിവിടെ കാണുന്നത്. അതായത് ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. നാട്ടൊലിവ് ഇസ്രായേൽ, ആ നാട്ടൊലിവായിരുന്ന ആ ഇസ്രായേലിലേക്കാണ് കാട്ടൊലിവായിരുന്ന ജാതികളായ നമ്മളെ കർത്താവ് വലിയ കാരുണ്യത്താൽ ഗ്രാഫ്റ്റ് ചെയ്ത് ബഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ അങ്ങ് വസിച്ചില്ലെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായിട്ടുള്ള നാട്ടൊലിവിനെ ഛേദിച്ച് കളയാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കാട്ടൊലിവായിട്ടുള്ള നമ്മളെ ഛേദിച്ച് കളയാനാണോ വലിയ പാട് എന്ന്, അതുകൊണ്ട് നിങ്ങൾ നിഗളിക്കരുത്, ഞെളിയരുതെന്നൊക്കെയാണ് അവിടെ പറയുന്നത്. നമ്മളിപ്പം റോമർ 11 ഇവിടെ യോഹന്നാൻ 15 ഒരു വിരൽ വെച്ചുകൊണ്ട് റോമർ 11 വരുമ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യം, അവരുടെ ഭ്രംശം, റിജക്ഷൻ, അവരുടെ എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ മക്കളിലെ ഇസ്രയേൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. ശരിയാണ്, യഹൂദന്മാരായിട്ടുള്ളവരായിരുന്നു ആദ്യത്തെ അപ്പോസ്തലന്മാരും എല്ലാം. ഈവൻ പെന്തക്കോസ്ത് നാളിൽ ഉള്ള 120ഓളം പേരും പിന്നീട് അന്ന് സ്നാനപ്പെട്ടവരെല്ലാം യഹൂദന്മാർ തന്നെ ആയിരുന്നു. പിന്നീട് സമരിയക്കാർ തന്നെ സുവിശേഷം അവരിലേക്ക് എത്തുന്നത് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലാണ്. പിന്നെ ജാതികളിലേക്ക് പിന്നെ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം മുതലാണ്, കൊർന്നേലിയസിൻ്റെ ഭവനം മുതലാണ്. അപ്പോൾ എങ്കിൽ പോലും ഒരു ചെറിയ ഒരു വിഭാഗം യഹൂദന്മാർ മാത്രമേ ക്രിസ്ത്യാനികളായിട്ട്, ക്രിസ്തുവിന് അനുഗാമികളായിട്ട് മാറിയിരുന്നുള്ളൂ. എന്നാൽ ഇസ്രയേൽ എന്നൊരു രാഷ്ട്രം എന്ന വണ്ണം അവർ ഈ മെസ്സിഹയെ തള്ളിക്കളയുകയോ ചെയ്തു. അപ്പോൾ അവരുടെ ഭ്രംശം, അവരുടെ ഒരു റിജക്ഷൻ നടന്നു.
അവരുടെ ഭ്രംശം, അതാ നമ്മൾ റോമർ 11:15 ലോകത്തിന് നിരപ്പിന് ഹേതുമായി, ലോകത്തിലെ ബാക്കി ജനതകളായിട്ടുള്ള ജാതികളായിട്ടുള്ള നമ്മളുടെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം, അവരെ ദൈവം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അതുപോലെ ഒരു പുനരുത്ഥാനത്തിൻ്റെ ശക്തി പോലെ ആയിരിക്കും ഇസ്രയേലിനെയും ദൈവം ചേർത്ത് കൊള്ളുന്ന, ഇസ്രയേലിലുള്ള ആ ശേഷിപ്പിനെയും കൂടെ ദൈവം, ആ വാഗ്ദത്ത സന്തതിയായിട്ടുള്ള ഇസ്രയേലിനെയും ദൈവം ചേർത്ത് കൊള്ളുമ്പോൾ അത് വലിയൊരു പുനരുത്ഥാനത്തിൻ്റെ ഒരു വെളിപ്പെടൽ പോലെയുള്ള വലിയൊരു കാര്യമായിരിക്കും. അത് കഴിഞ്ഞിട്ട് 16-ാമത്തെ വാക്യം, ആദ്യ ഭാഗം വിശുദ്ധം എങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ. ഒരു ഒരു നമ്മൾ മാവ് എടുക്കുമ്പം അതിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള അത് വിശുദ്ധമാണെങ്കിൽ അത് മൊത്തവും വിശുദ്ധമാണ്. അതുപോലെ തന്നെ ഇഫ് ദ റൂട്ട് ഈസ് ഹോളി, വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. ക്രിസ്തു എന്ന വേരിൽ നിന്നാണ് നമ്മളെല്ലാം, പിന്നെ ആ വേരാണ് നമ്മളെ താങ്ങുന്നതെന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. 17-ാമത്തെ വാക്യത്തിൽ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട്, അപ്പോൾ ഈ നാട്ടൊലിവായിരുന്ന ഇസ്രയേലിൻ്റെ കൊമ്പുകളിൽ ചിലതൊക്കെ ഒടിച്ച് കളയേണ്ട വന്നു. എന്ന് വെച്ചാൽ അവർ ഈ നാട്ടൊലിവ് തന്നെ അങ്ങ് വസിക്കാൻ തക്കവണ്ണം അവർ താഴ്മയോടെ ഇരുന്നില്ല. അവർ തൻ്റെ ഏകജാതനായ പുത്രനെ, പിതാവിൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെയൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞു. അപ്പം കൊമ്പുകൾ ചിലത് ഒടിച്ചിട്ട് കാട്ടലുവായ നിന്നെ എന്ന് പറയുമ്പോൾ എന്നെ, നമ്മളെ ഓരോരുത്തരെയും കാട്ടലുവായിരുന്നു. നമ്മൾ കാടത്ത സ്വഭാവം എന്നൊക്കെ പണ്ട് അജുബേർ എന്തോ സാക്ഷ്യത്തിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കാട്ടലുവായിരുന്നു, ഒരു കാട്ടുമൃഗങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ കാട്ടൊലിവായിരുന്നു. എന്നുവെച്ചാൽ അതുപോലെ ആ ഒരു ജഡത്തിലുള്ളവരായിരുന്നു, ഒരു നന്മയും വസിക്കാത്ത നമ്മളുടെ ഈവൻ അത് യഹൂദന്മാരുടെ ജഡമാണെങ്കിൽ അത് തന്നെ. പക്ഷേ എങ്കിലും യഹൂദന്മാർ എബ്രഹാമിൻ്റെ സന്തതികളായിട്ടുള്ളൊരു വാഗ്ദത്തം അവർക്കുണ്ടായിരുന്നു. അവരത് ഫുൾഫിൽ ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. എന്ന് ഈ ഒരു സൗഭാഗ്യം കിട്ടാതെ കാട്ടൊലിവായിരുന്നു നമ്മളെയും കൂടെ, എന്നെയും കൂടെ, നിന്നെയും കൂടെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത്, അവയുടെ ഇടയിൽ ഗ്രാഫ്റ്റഡ് ഇൻ എമംഗ് ദം, അവരുടെ ഇടയിൽ നോക്കുമ്പോൾ നാട്ടൊലിവുണ്ട്, അതിൻ്റെ ഇടയിൽ ഈ കാട്ടൊലിവിൻ്റെ ഇതും കൂടെ അങ്ങ് ദൈവം അങ്ങ് തക്കം പാർത്തങ്ങ് ഒട്ടിച്ചു ചേർത്തു. കർത്താവിൻ്റെ വലിയൊരു കരുണ. അത് നമ്മൾക്ക് കിട്ടിയ രക്ഷയുടെ സൗഭാഗ്യം, അത് യഥാർത്ഥത്തിൽ അറിയുമ്പോൾ അത് എത്ര വലിയൊരു രക്ഷ. കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ, ഫലപ്രദമായ വേര്, റിച്ച് റൂട്ട്, അതാണ് യേശു കർത്താവാകുന്ന ആ റിച്ച് റൂട്ട്. ആ റിച്ച് എന്നുള്ള ആ വാക്ക് തന്നെ അവിടെ പിയറ്റേസ് എന്നുള്ളൊരു വാക്കാണ്. പിയറ്റേസ് എന്നുള്ള വാക്ക് ഫാറ്റ്നസ്, കൊഴുപ്പുള്ള, അതായത് വളരെ സമൃദ്ധമായിട്ടുള്ള റൂട്ടെന്നാണ് അവിടെ ഉപയോഗിക്കുന്നത്. പിനോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹിന്ദിയിലും പീന എന്ന് പറഞ്ഞാൽ എന്താ, ടു ഡ്രിങ്ക്, കുടിക്കുന്നതിന് ചായ് പീന ഹേ പീന. അപ്പോൾ ആ പിനോ എന്നുള്ളത് ഈ ബാബയിൽ നിന്ന് എല്ലാം കലക്കിയ ഭാഷകളായതുകൊണ്ട് ഗ്രീക്കും ഹിന്ദിയൊക്കെ പല ഇതുമെല്ലാം കുറേ ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും. സംസ്കൃതവും മലയാളവും തമിഴും എല്ലാം പല റൂട്ട് വേർഡ്സൊക്കെ സിമിലർ ആയിട്ടിരിക്കുന്നത് പോലെ. പിനോ എന്ന് പറഞ്ഞാൽ ടു ഡ്രിങ്ക്. അപ്പോൾ ആ പേറ്റേഴ്സ് എന്നുള്ള ഒരു, അതിനോട് റിലേറ്റഡ് പേറ്റേഴ്സ് എന്നുള്ളൊരു വാക്ക്, ആ റിച്ച് റൂട്ട് ഓഫ് ദ, ആ ഫലപ്രദമായ വേരിന് പങ്കാളി, ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിലേക്ക് നമ്മളെ അങ്ങ്, ഈ കാട്ടൊലിവായിരുന്ന നമ്മളെ അങ്ങ് ദൈവം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുക. അതാ നമ്മൾ കൊമ്പുകളാന്ന് കർത്താവ് പറയുമ്പം കർത്താവ് ആ 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ യൂദാസ് വീണുപോയി 11 അപ്പോസ്തലന്മാരോട് അത് പറയുന്നേ. എന്നാൽ നമുക്ക് ഇന്നത് ആപ്ലിക്കബിളാണ്. അവരിലൂടെ നമ്മളും കർത്താവിലേക്ക് വന്നവരാ, നമ്മളെയും കൊമ്പുകളായിട്ട് കർത്താവ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയധികം താഴ്മയോടെ കർത്താവിൽ വസിക്കേണ്ടതാകുന്നു. അല്ലാതെ നമ്മൾ ഞെളിഞ്ഞ ഞാൻ വലിയ വിശ്വാസിയാണ്, ഞാൻ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന എന്തോ സംഭവിക്കും. നാട്ടൊലിവിനെ തന്നെ ഒടിച്ച് കളഞ്ഞെങ്കിൽ പിന്നെ കാട്ടൊലിവിനെ ഒടിച്ച് കളയുന്നതാണ് പാടുന്നത് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 18-ാമത്തെ വാക്യത്തിൽ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. ഡു നോട്ട് ബി ആരഗന്റ് ടുവേർഡ്സ് ദ ബ്രാഞ്ചസ്. ബാക്കിയുള്ള കൊമ്പുകൾ അവരങ്ങനെ ഇവരിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നീ അതിനെക്കുറിച്ച് ഡു നോട്ട് ബി ആരഗന്റ്, പ്രശംസിക്കരുത് എന്നുള്ളത് അങ്ങനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഡു നോട്ട് ബി ആരഗന്റ് എന്നുള്ളൊരു വാക്കാണ്. ഡു നോട്ട് ബി ആരഗന്റ് ടുവേർഡ്സ് ദ ബ്രാഞ്ചസ്. ആരഗന്റ് ഹുപ്സലോ ഫ്രോനിയോ. ഹുപ്സലോ എന്ന് പറഞ്ഞാൽ, ഫ്രോനിയോ എന്ന് പറഞ്ഞാൽ മൈൻഡിനെ കുറിക്കുന്നത്, ഹുപ്സലോ എന്ന് പറയുന്നത് ഹൈ ലോഫ്റ്റി. അപ്പോൾ ആ ഒരു ആരഗന്റ്, പ്രശംസിക്കരുത് എന്നുള്ള ട്രാൻസ്ലേഷൻ അത്ര അങ്ങ് നമ്മളെന്ത് അഭിനന്ദിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള പ്രശംസിക്കരുത് എന്നുള്ളതല്ല, മറിച്ച് ആ ഒരു വമ്പ് പറയരുത്,
ഒരു സ്വയപ്രശംസ അല്ലെങ്കിൽ ഡു നോട്ട് ബി ആരഗൻ്റ്, ആ ഒരു അഹങ്കരിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. കൊമ്പുകളുടെ നേരെ നീ അങ്ങനെ അഹങ്കരിക്കരുത്, ഡു നോട്ട് ബി ആരഗൻ്റ് ആവരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേര് നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്കുക. ഇഫ് യു ആർ ആരഗൻറ്റ്, നീ അങ്ങനെ വലിയ ഹൈ തോട്ട്സ്, നിന്നെക്കുറിച്ച് തന്നെ വലിയ വലിയ അഭിപ്രായവും നിന്നെക്കുറിച്ച് തന്നെ വലിയ വമ്പുള്ള അഹങ്കാരത്തിൻ്റെ ചിന്തകളാണ് നിനക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നീ വേരിനെ അല്ല താങ്ങുന്നേ, വേര് നിന്നെയാണ് താങ്ങുന്നേ എന്നുള്ള കാര്യം നീ ഓർത്താൽ മതി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആ വേരാകുന്ന, ഫലപ്രദമായ വേരാകുന്ന ആ കർത്താവാണ് നമ്മളെ താങ്ങുന്നത്. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെയും നമ്മളിപ്പം പാടിയതുപോലെ. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. അപ്പം നീ പറയുമോ, ഞാൻ വലിയ പുള്ളി ആയതുകൊണ്ട് എന്നെ ഒട്ടിക്കേണ്ടതിനാ ഈ കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു, ഞാൻ മോശമൊന്നും അല്ല, ഞാൻ വലിയ ആളാ എന്ന് നീ അഹങ്കാരത്തോടെ പറയുവാണെങ്കിൽ ശരി, കൊള്ളാം, ക്വയറ്റ് റൈറ്റ്. 20ാമത്തെ വാക്യം, അവിശ്വാസത്തിൽ അവ ഒടിഞ്ഞു പോയി, വിശ്വാസത്തിൽ നീ നിൽക്കുന്നു, ഞെളിയാതെ. നമ്മുടെ പച്ച മലയാളത്തിൽ പറയാനുള്ള ഒരു സത്യവേദ പുസ്തകത്തിൽ അതുപോലെ ഞെളിയാതെ, ഞങ്ങൾ അധികം ഞെളിയുണ്ട്. ഡു നോട്ട് ബി കൺസീറ്റഡ്. അവിടെ ഒരു ഹുപ്സിലോഫ്രൂനിയ എന്നുള്ളൊരു വാക്കാണ് ശരിക്കും പറഞ്ഞാൽ. അതെ, ഹുപ്സിലോഫ്രൂനിയ എന്നുള്ള വാക്ക് ഇവിടെ ഡു നോട്ട് ബി കൺസീറ്റഡ്, ഞെളിയാതെ എന്നുള്ള അവിടെ 20ാമത്തെ വാക്യത്തിൽ ഉപയോഗിക്കുന്നത്. മറ്റിടത്ത് ആരഗൻ്റ് എന്നുള്ളിടത്ത് കാറ്റാക്കൊച്ചമായി എന്ന് പറഞ്ഞൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാറ്റാക്കൊച്ചമായി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഗ്ലോറി അഗൻസ്റ്റ്, ബോസ്റ്റ് വൺ സെൽഫ് ടു ദ ഇഞ്ചുറി ഓഫ് അനദർ പേഴ്സൺ ഓർ തിങ് എന്നൊക്കെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വമ്പ് പറയുന്നു, സ്വയപ്രശംസ, ബോസ്റ്റ് ചെയ്യുന്നു, ആ ഒരു ആത്മപ്രശംസ, അങ്ങനെയുള്ള ഒരു അത് കാറ്റാക്കൊച്ചമായി എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ ഞാനത് രണ്ടും ഇങ്ങനെ രണ്ട് സിമ്പിൾ ഉപയോഗിച്ച് മോഡലിൽ ആസ്ട്രിക്സ് ഉപയോഗിച്ചിരുന്നത്. അപ്പം അതങ്ങനെ 18ാമത്തെ വാക്യത്തിൽ ആരഗൻ്റ് അല്ലെങ്കിൽ പ്രശംസിക്കരുതെന്ന് പറയുന്നത് ഈ ഒരു ആത്മപ്രശംസ മാതിരി വമ്പ് പറയരുത്, നീ അഹങ്കരിക്കരുത് എന്നുള്ളൊരു അർത്ഥത്തിൽ. പിന്നെ 20ാമത്തെ വാക്യത്തിൽ ഡു നോട്ട് ബി കൺസീറ്റഡ്, ഞെളിയരുതെന്നുള്ളതാണ് ഈ ഹുപ്സിലോഫ്രോനിയോ. അതായത് നമ്മളെക്കുറിച്ച് തന്നെ വലിയ അഭിപ്രായത്തോടെ ഭാവിക്കുന്നതിന് മേലെ ഭാവിക്കേണ്ടതിന് മേലെ ഭാവിച്ചുയരാതെ എന്നൊക്കെ നമ്മൾ റോമർ 12:3 വായിക്കുന്നത് പോലെ അവിശ്വാസത്തിൽ അവ ഒടിഞ്ഞു പോയി, വിശ്വാസം നീ നിൽക്കുന്നു, നീ വിശ്വാസത്താലാണ് നീ നിൽക്കുന്നേ, നിൻ്റെ എന്തോ കഴിവുകൊണ്ടല്ല, ഞെളിയാതെ ഭയപ്പെടുക. ആ ഒരു ഭയത്തോടെ, അയ്യോ കർത്താവേ അവിടുന്ന് എന്നെ താങ്ങുന്നല്ലോ എന്നുള്ള. അതുപോലെ ആയിരുന്നാലും, അങ്ങനെ ബലഹീനനായിരുന്നാലും നിനക്ക് എന്നിൽ വസിക്കാനൊക്കെ ഉള്ളൂ. അതാണ് നമ്മളിപ്പോൾ യോഹന്നാൻ 15 ഇങ്ങോട്ട് വന്നതാണ് കർത്താവിൽ വസിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ. ഈ ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പം നമ്മൾ ശരിക്കും കാട്ടൊലിവായിട്ടുള്ള നമ്മളെയാണ് ഈ നാട്ടൊലിവിലേക്ക്, നമ്മൾ സ്വാഭാവികമായിട്ടുള്ള കൊമ്പുകളല്ല എന്ന ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം നമ്മളെ അതുപോലെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു സദ്വാർത്തയും വലിയൊരു ആശ്വാസമാണ് നമുക്ക് തരേണ്ടത്. 21ാമത്തെ വാക്യത്തിൽ നമ്മൾ തിരിച്ച് റോമർ 11:21 സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. നാച്ചുറൽ ബ്രാഞ്ചസിനെ സ്പെയർ ചെയ്തില്ല, അവർക്ക് അടി കൊടുക്കാതെ ദൈവം മാറ്റി നിർത്തിയില്ലെങ്കിൽ പിന്നെ നിനക്കാണോ അടി കൊടുക്കാൻ പാട്, നിന്നെയും സ്പെയർ ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയും, ആകയാൽ ദൈവത്തിൻ്റെ ദൈവം ഖണ്ഡിതം. നമ്മൾ പലപ്പോഴും കോട്ട് ചെയ്യുന്നൊരു വാക്യം റോമൻസ് 11:22. 11:22 ഓർക്കാൻ എളുപ്പം. 11x2 ആ ഒരു ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു ബാലൻസ്, ദയവുണ്ട്, ഖണ്ഡിതം അല്ലെങ്കിൽ കാർക്കശ്യം. ആകയാൽ ദൈവത്തിൻ്റെ ദയവും ഖണ്ഡിതവും, ബിഹോൾഡ് ദ കൈൻഡ്നെസ് ആൻഡ് സിവിയറിറ്റി ഓഫ് ഗോഡ്. ബിഹോൾഡ്, അതൊരു കമാൻഡ്മെൻറ്റാണ്, അത് കാണുക. നമ്മൾ ദൈവത്തിൻ്റെ ദയ കാണണം. ശരിയാണ്, നമ്മളെ കാട്ടിൽ വരുന്ന നമ്മളെ ഒട്ടിച്ച് ചേർത്തു എന്ന ദൈവത്തിൻ്റെ കാർക്കശ്യം, ദൈവത്തിൻ്റെ ഖണ്ഡിതം. കർത്താവ് നമ്മൾ അഹങ്കരിച്ചാൽ, നമ്മൾ കർത്താവിൽ തന്നെ നിലനിൽക്കാതെ പോയാൽ, നമ്മൾ വേണ്ടവണ്ണം ഫലം കായ്ക്കാതൊക്കെ വന്ന കർത്താവ് നമ്മളെ വെട്ടിക്കളഞ്ഞേക്കാം എന്നുള്ളൊരു ആ ഒരു ആരോഗ്യകരമായൊരു ഭയം. അത് ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും, വീണുപോയി, ഈ നാട്ടിലുവിൽ പലരും വീണുപോയി, അതുകൊണ്ട് ഒടിച്ച് കളയേണ്ടവന്ന്. അവിടെ ദൈവത്തിൻ്റെ ഖണ്ഡിതമാണ്. നിന്നിലോ, നീ കാട്ടിലുമായിരുന്നു, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ. നീ ഇത് ഇവിടെ തന്നെ അങ്ങ് നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ ചാടി പുറത്തോട്ട് പോയത് തന്നെ. അതാ, നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്താൽ നിലനിൽക്കാതിരുന്നാൽ അവരെയും കൂടെ ഒട്ടിക്കും. എന്നുവെച്ചാൽ അവർ അവിശ്വാസത്തിൽ നിന്ന്, ഇപ്പം നീ ദയയിൽ നിന്നില്ലെങ്കിൽ നീയും കൂടെ ഛേദിക്കപ്പെടും. അവർ അവിശ്വാസത്തിൽ നിൽക്കുക. ഇപ്പം ഇസ്രായേൽ ജനം അവർ അവിശ്വാസത്തിൽ നിലനിൽക്കാതെ
അവർ അവിശ്വാസത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നില്ല, അവരങ്ങ് വിശ്വാസത്തിലേക്ക് വരുവാണെങ്കിൽ അവരെയും കൂടെ ദൈവം വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനാണ് ഇത്ര വലിയ പാട്. കാട്ടൊലിവിനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിലാണോ നാട്ടൊലിവിനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഇത്ര പാട്? അതുകൊണ്ട് അവിശ്വാസത്താൽ നിലനിൽക്കാതിരുന്നാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിക്കാൻ ദൈവം ശക്തനല്ല. ദൈവത്തിന് ശക്തി ഏതാണ്ട് കുറവുണ്ടോ? സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത്, സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ കാട്ടുമരമായിരുന്നു, ഒരു കാട്ട് ഫലങ്ങളോ അല്ലെങ്കിൽ ഒരു വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളെ നിന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ബൈ നേച്ചർ ഒരു വൈൽഡ് ഒലിവിട്രി ആയിരുന്നു. എന്നാൽ സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചു. അതാ കഴിഞ്ഞ പ്രാവശ്യം ബിനു പേർ പറഞ്ഞ്, ജോസ് പേർ അവിടെ കോഴിക്കോട് പറഞ്ഞ് എന്താ, അതായത് സാധാരണ നല്ല ഒലിവിൻ്റെ ബ്രാഞ്ചസ് കുറച്ചുകൂടെ വൈൽഡായിട്ടുള്ള നന്നായിട്ട് പിടിക്കുന്ന വേരുള്ള ഇതിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കാട്ട് ഒലിവിൻ്റെ കൊമ്പുകൾ നല്ല വേരായിട്ടുള്ള കർത്താവെങ്കിൽ നമ്മളെ ഒട്ടിച്ച് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ആ സ്വഭാവത്തിന് വിരോധമായി സാധാരണ ചെയ്യുന്നതിൽ വ്യത്യാസമായി. കോൺട്രറി ടു നേച്ചർ എന്ന് പറയുന്ന സ്വഭാവത്തിൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും? നിന്നെ ഒട്ടിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അവരെ എത്ര അധികം ഒട്ടിക്കാൻ ദൈവം ശക്തനാണ്. അവരെ അവിശ്വാസം നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് പറ്റാത്ത. അവർ വിശ്വാസത്തിലേക്ക് ഇനി വന്നാൽ മതി. അവരെ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ കർത്താവ് അവരെ ഒട്ടിച്ചുള്ളൂ. അല്ലാതെ നീ അവരോർത്തോ യഹൂദന്മാർ പോയി അതുകൊണ്ട് ദൈവമല്ല അവർ തള്ളിക്കളഞ്ഞു ഇനിയിപ്പോൾ എല്ലാം അവർ പോക്ക എന്ന് നീ പറയേണ്ട കാര്യമില്ല. അവരെപ്പോഴാണ് വിശ്വാസത്തിലേക്ക് ഇനി വരുന്നതെന്ന് നിനക്കറിയത്തില്ലല്ലോ എന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം ആ ഒരു കാട്ടൊലിവിൻ്റെയും നാട്ടൊലിവിൻ്റെയും ആ ഒരു കാര്യം ദൈവം നമ്മൾ കൊമ്പുകളാണെന്ന് പറയുമ്പോൾ തന്നെ കർത്താവെ അവിടെ നിന്ന് തന്നെ കൊമ്പാക്കി തീർത്തല്ലോ. അവിടെ നിന്ന് തന്നെ കർത്താവെ ആ മുന്തിരിവള്ളിയിലെ സാക്ഷാൽ മുന്തിരിവള്ളിയുടെ ഒരു കൊമ്പായിട്ട് എണ്ണപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ ഈ ജാതീയനായ എന്നെ കർത്താവെ അവിടുന്ന് തിരഞ്ഞെടുത്തല്ലോ എന്നുള്ള വലിയൊരു നന്ദിയും താഴ്മയും നമുക്കുണ്ടെങ്കിൽ നമുക്ക് കർത്താവിൽ നിലനിൽക്കാൻ സാധിക്കും. അല്ല ഞാൻ അത്ര മോശക്കാരനൊന്നും അല്ലായിരുന്നു, അതുകൊണ്ട് ദൈവം എന്നെ അങ്ങ് തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വലിയ ഭാവം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഫലമൊന്നും കാണത്തില്ല. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, സാങ്ക്ലറിനെ ആ ഉദാഹരണം പറയുന്നത് കേൾക്കാറുണ്ട്. അതായത് ഒത്തിരി ഫലങ്ങളുള്ള കൊമ്പുകളാണെങ്കിൽ ഇപ്പോൾ ഒരു മാവിൻ ചില്ലയിൽ ഒത്തിരി മാങ്ങ പിടിച്ചെടുക്കുകയാണെങ്കിൽ ആ ചില്ല ഇങ്ങനെ കിടക്കുക. ഒരു ഫലമില്ലാത്ത മാവിൻ കൊമ്പൊക്കെ ഇങ്ങനെ നേരെ നിവർന്ന് നിൽക്കും. ഇപ്പോൾ എൻ്റെ പുറകിൽ കുറച്ച് മാവിൻ കൊമ്പുകൾ കാണുന്നുണ്ട്, ഒരു ഫലമില്ല, അതുകൊണ്ട് നല്ല നേരെ നിവർന്ന് നിൽക്കുക. എന്നാൽ കൊമ്പുകളുള്ള 2 മാങ്ങയൊക്കെ അവിടെ പിടിച്ചെടുക്കുക നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് എത്രമാത്രം കാണാനൊക്കെ ഒന്നും അറിയത്തില്ല. കൊമ്പുകളുള്ള മാവിൻ കൊമ്പാണെങ്കിൽ അത് താഴോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് തൂങ്ങിക്കിടക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ അധികം ഫലം കായ്ക്കുമ്പോൾ അധികം താഴ്മയോടെ കർത്താവിൽ നമ്മൾ വസിക്കേണ്ടവരാണ്. എന്നാൽ എനിക്ക് ഞാൻ ഫലമൊക്കെ ഉണ്ട്, ഇപ്പം ബാക്കിയുള്ളത് മറ്റേ കൊമ്പ് പോലെ ഈ കൊമ്പ് പോലെ എൻ്റെ ജീവിതത്തിൽ ഇതിന് വലിയ ഫലമാണ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ നമ്മൾ നിഗളിക്കുവാണെങ്കിൽ നമുക്ക് കർത്താവിൽ വസിക്കാൻ പറ്റാതെ, നമ്മൾ വേണ്ടവണ്ണം ഫലം കായ്ക്കാതെ എന്ന് പറയുമ്പോൾ നമ്മളിൽ കർത്താവിൻ്റെ സ്നേഹം എന്തൊക്കെയാണ് ഫലം? നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് കർത്താവിൻ്റെ സ്വഭാവമാണ് ഫലം. ജീവിതത്തിൻ്റെ ഫലം, ശുശ്രൂഷയുടെ ഫലം എന്ന് 2ആയിട്ട് സാങ്ക്വറിയിൽ നിന്ന് തന്നെ നമ്മളത് കേട്ടിട്ടുണ്ടല്ലോ. ഇത് തോന്നുന്നു ത്രൂ ദ ബൈബിളിലാണെന്ന് തോന്നുന്നു. വേറെ ആ ഒരു ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട് ഓഫ് എ ലൈഫ്, ഫ്രൂട്ട് ഓഫ് എ മിനിസ്ട്രി, ജീവിതത്തിൻ്റെ ഫലം അതാണ് ആത്മാവിൻ്റെ ഫലം, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വഭാവം. പിന്നെ ശുശ്രൂഷയുടെ ഫലം, നമ്മളിലൂടെ ബാക്കിയുള്ളവർക്ക് പ്രയോജനമാകുമ്പോൾ അതാണ് നമ്മുടെ ശുശ്രൂഷ. അപ്പം ആത്മാവിൻ്റെ ഫലം എന്ന് പറയുമ്പം നമ്മളിൽ കർത്താവിൻ്റെ ഒരു സ്നേഹം നിറഞ്ഞു കവിയുന്നില്ല, കർത്താവിൻ്റെ ഒരു സന്തോഷമോ സമാധാനമോ കർത്താവിൻ്റെ ഒരു ദീർഘക്ഷമയോ കർത്താവിൻ്റെ ഒരു പരോപകാരം നന്മയൊന്നും നമ്മളിലില്ല. പേഷ്യൻസ്, കൈൻഡ്നെസ്, കർത്താവിൻ്റെ ഒരു ദയ, കർത്താവിൻ്റെ ആ മനസ്സിലും ദയൊന്നും നമ്മൾ കാണപ്പെടുന്നില്ല. കർത്താവിൻ്റെ ഒരു പരോപകാരവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നൊരു കാര്യമൊന്നും നമ്മളിൽ വരുന്നില്ല. പിന്നെ കർത്താവിൻ്റെ ഒരു സൗമ്യതയോ കർത്താവിൻ്റെ വിശ്വാസം, കർത്താവിലുണ്ടായിരുന്ന ആ വിശ്വാസവും വിശ്വസ്തതയും ഒന്നും നമ്മുടെ ഇടയിലത്ത് പോലും ഇല്ല. നമുക്ക് ഇന്ദ്രിയജീവവും ഇന്ദ്രിയമൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ നാവിനെയോ കണ്ണിനെയോ നമ്മൾ പറയുന്ന കാര്യങ്ങളോ ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും കൺട്രോളില്ലാതെയൊക്കെ അങ്ങ് പോകുന്നു. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഫലമില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം. വേണ്ടത്ര ഫലം ഇല്ല എന്നുള്ളൊരു കാര്യം. അപ്പം കർത്താവ് എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ ഫലം, അവിടുത്തെ സ്വഭാവം, യേശുവിൻ്റെ ആ സ്വഭാവം കർത്താവേ എന്നിൽ അധികം ഫലം കായ്ക്കണം. അത്
ആത്മാവിൻ്റെ ജീവിതത്തിൻ്റെ ഫലം അധികമായിട്ട് കായ്ക്കണം. ജീവിതത്തിൻ്റെ ഫലം കായ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടുതലായിട്ട് പ്രയോജനപ്പെടും. കർത്താവ് തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലവും ഉണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ട്. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഉണ്ട്, ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മൾ ഗലാത്യർ 5:22-23 ഇപ്പം നമ്മളിപ്പം പറഞ്ഞ് സ്നേഹ, സന്തോഷം, സമാധാനം, പരോപകാരം, ദീർഘക്ഷമ, ദയ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, അങ്ങനെ 9 കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തത, വിശ്വാസം. വിശ്വസ്തത എന്നുള്ള വാക്ക് വിശ്വാസം എന്നാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ആ ഒരു 9-10 കാര്യങ്ങൾ നമ്മൾ 9 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസവും വിശ്വസ്തതയും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ 10 കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ ഒരു 10 അല്ലെങ്കിൽ 9 ഫലമാണ് അവിടെ. ഫലങ്ങൾ, ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗലാത്യർ 5:22-23 വാക്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങളോ എന്ന് നമ്മൾ കാണുന്നില്ല, ആത്മാവിൻ്റെ ഫലവോ. അപ്പോൾ അതെല്ലാം ഒരു ഫലമായിട്ട്, ഒരു ഓറഞ്ചിൻ്റെ 9 അല്ലി മാതിരി ഒരു ഫലമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഫലങ്ങളാൽ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗലാത്യർ 5:22 സിംഗുലർ ആയിട്ടുള്ള ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഫലമോ, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കറക്റ്റായിട്ട് സിംഗുലറായിട്ട് തന്നെ, അവിടെ ഗ്രീക്കിലും സിംഗുലറായിട്ട് തന്നെ എഴുതിയിരിക്കുന്നത്. എന്നാൽ മത്തായി 5:16-20 വാക്യങ്ങളിൽ, മത്തായി 5 അല്ല, മത്തായി 7 16-20 വാക്യങ്ങളിലെ കഥ ഒരു കാര്യം തന്നെ പറയുന്നുണ്ട്. യു വിൽ നോ ദം ബൈ ദ ഫ്രൂട്ട്സ്. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. 20ാമത്തെ വാക്യത്തിൽ ആകെ അവരുടെ ഫലത്താൽ, ഇംഗ്ലീഷിൽ അവിടെയും ഫലങ്ങളാൽ എന്ന് തന്നെ ബൈ ദ ഫ്രൂട്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അവിടെ ഫലങ്ങളാൽ, ഇംഗ്ലീഷിൽ രണ്ടിടത്തും ഫ്രൂട്ട്സ് എന്ന് തന്നെ, മലയാളത്തിൽ ഒരിടത്ത് ഫലങ്ങളാലും 20ാമത്തെ വാക്യത്തിൽ ഫലത്തായിരുന്നു. ഇനിയിപ്പം ഗ്രീക്കിൽ എന്താ 20ാമത്തെ വാക്യത്തിൽ ഗ്രീക്കിൽ പ്ലൂറലാണോ സിംഗുലറാണോ ഇനി എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഫലങ്ങൾ എന്ന് പറഞ്ഞൊരു പ്ലൂറൽ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം ഫലങ്ങൾ ആത്മാവിൻ്റെ ഫലമായിട്ട് നമ്മൾ പറയുമ്പോൾ അത് ഫലം ഒരു സിംഗുലറായിട്ടൊരു ഒറ്റ ഫ്രൂട്ട് എന്നുള്ള നിലയിലാണ് നമ്മളവിടെ അത് വചനത്തിൽ വായിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഫലം, പിന്നെന്താ ശുശ്രൂഷ ഫലം, ആ ഒരു നമ്മളിൽ നിന്ന് വരുന്ന ഫലങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ, നമ്മുടെ ലൈഫ് എന്ന അർത്ഥത്തിൽ ഫലങ്ങൾ എന്നുള്ളൊരു പ്രയോഗവും നമ്മളവിടെ മത്തായി 7-ാം 16-20 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നമ്മൾ ആ ഒരു ചെത്തിവെടുപ്പാക്കി നമ്മളെ ശുദ്ധമാക്കുന്ന ആ ഒരു കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു. അപ്പം 15-ന്റെ 1-ാമത്തെ വാക്യത്തിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയിൽ എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. അപ്പം തോട്ടക്കാരന് വേണ്ടിയാണ് ഒരു മുന്തിരിവള്ളി ഉള്ളത്. അപ്പം പിതാവിന് വേണ്ടിയാണ് പുത്രൻ ഫലം കായ്ക്കുന്നത്. അപ്പം പുത്രന് തൻ്റെ ജീവിതം കൊണ്ട് പരിപൂർണമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫലം അങ്ങ് കൊടുത്തു. എന്നാൽ ഇനിയിപ്പം ആ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകളായിട്ട് നമ്മളിലൂടെയാണ് ഇനി പിതാവിനെ നാമമഹത്വത്തിനായിട്ട് ഈ ഫലങ്ങൾ വേണ്ടത്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവനെ നീക്കിക്കളയുന്നു. കായ്ക്കാതിരിക്കുവാണ് 2ാമത്തെ വാക്യം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയെല്ലാം നമ്മൾ കണ്ടതാണ്. നമ്മൾ ഫലം കായ്ക്കാതിരിക്കുമ്പോൾ 2ാമത്തെ വാക്യത്തിൽ ഫലം കായ്ക്കാത്ത കൊമ്പ് നീക്കിക്കളയുന്നു വായിക്കുന്നു. പിന്നെ 6ാമത്തെ വാക്യത്തിൽ എന്തുകൊണ്ടാണ് ഫലം കായ്ക്കാതെന്ന് വെച്ചാൽ വസിക്കാത്ത കൊമ്പ് പുറത്ത് കളഞ്ഞിട്ട് ഉണങ്ങി പോകുന്നു എന്നുള്ള കാര്യം വായിക്കുന്നത്. അപ്പോൾ 2ാമത്തെ വാക്യം 6ാമത്തെ വാക്യം സിമിലർ ആയിട്ടുള്ള വാക്യമാണ്, വളരെ ഒരുപോലെ ഇരിക്കുന്ന വാക്യങ്ങളാണ്. 6ാമത്തെ വാക്യത്തിൽ എന്തുകൊണ്ടാണ് ഫലം കായ്ക്കാത്ത എന്നുള്ള കാര്യമാണ് പറയുന്നത്. വസിക്കാതിരിക്കുന്നുവെങ്കിൽ അവർ പുറത്ത് കളഞ്ഞിട്ട് അവന് ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു. ആ ഒരു തീപ്പൊയ്യെക്കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിൽ അവിടെ ഒരു ലേക്ക് ഓഫ് ഫയറിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ ന്യായവിധിയുടെ തീയിലേക്ക് ദൈവം നിത്യതയിൽ അങ്ങനെ ഇടുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ 2ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു. കായ്ക്കുന്നത് കുറച്ച് ഫലമൊക്കെ കായ്ക്കുന്നു, പക്ഷേ കുറച്ച് ഫലമൊക്കെ കായ്ക്കുന്നു എന്നുള്ളതിൽ ദൈവത്തിനൊരു തൃപ്തിയില്ല. ദൈവം നമ്മളുടെ ആ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഒരു ടീച്ചർ തൻ്റെ സ്റ്റുഡൻസ് അവർ മാക്സിമം സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുട്ടികൾ, എൻ്റെ വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല മാർക്ക്, അവർ കഷ്ടിച്ച് എന്തെങ്കിലും പഠിച്ച് പാസ്സായി എന്ന് പറഞ്ഞാൽ പോരാ, അവർക്ക് ഫുൾ A+ എന്ന് പറഞ്ഞാൽ പോരാ, അവർക്ക് എല്ലാത്തിനും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം എന്നാൽ ഒരു നല്ല ടീച്ചർ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവർക്ക് പറ്റുന്നതിൻ്റെ അത്ര അവർ ഏറ്റവും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കണം എന്ന് കുഞ്ഞുങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നമ്മളുടെ ഏറ്റവും അറ്റ്മോസ്റ്റ് ഇറ്റേണൽ വെൽഫെയർ ആണ്, ഏറ്റവും ആത്യന്തികമായിട്ടുള്ള നിത്യ നന്മ ആഗ്രഹിക്കുന്ന ദൈവത്തിന്
നമ്മളിൽ മാക്സിമം ഫലം കായ്ക്കണം. കുറച്ച് ഫലമൊക്കെ ഉണ്ട്, കുറച്ച് സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ട്, കുറച്ച് ദീർഘക്ഷമയും ദയയും പരോപകാരവും, കുറച്ച് വിശ്വാസവും വിശ്വസ്തതയും, കുറച്ച് ഇന്ദ്രിയജയവും സൗമ്യതയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്ട് ഇരിക്കാനല്ല. നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കുറച്ച് മാർക്സൊക്കെ ഉണ്ട്, അവിടെ തന്നെ ഇരിക്കാനില്ല. ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ട് പോകണം, തേർഡ് സ്റ്റാൻഡേർഡിലോട്ട് പോകണം, ഫോർത്ത് സ്റ്റാൻഡേർഡിലോട്ട് പോകണം. അല്ല ഇനിയിപ്പോൾ നമ്മൾ 10th കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മൾ 10th കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ റിസൾട്ടൊക്കെ കഴിഞ്ഞ ദിവസം കേൾക്കുമായിരുന്നു. ഇപ്പോൾ 10th കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ 10th കഴിഞ്ഞെല്ലാം പാസ്സായി, ഇനിയിപ്പോൾ ഒന്നും വേണ്ടെന്നാരും പറയത്തില്ല. ഇനിയിപ്പോൾ അടുത്ത +1 പോകണം. ഇപ്പോൾ +2 കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ അടുത്ത ഡിഗ്രിക്ക് പോകണം, ഹയർ സ്റ്റഡീസ് വേണം, കൂടുതൽ ഉയരത്തിലോട്ട് പോകണം. അപ്പോൾ എന്ന് പറയുന്നത് പോലെ അധികം ഫലം കായ്ക്കേണ്ടതിന്, കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാക്കുന്നു. അത് കായ്ക്കാത്ത ചില ശിഖരങ്ങൾ, ന്യൂട്രീഷൻ അത്ര ചെന്നെത്താത്ത ചില ശിഖരങ്ങളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില മേഖലകൾ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു കൊമ്പായിട്ടിരിക്കുന്നു, ആ കൊമ്പിൽ ചില മേഖലകളിൽ ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ കുറച്ച് ഫലം കാണും, ചിലപ്പോൾ ജോലി സ്ഥലത്ത് അത്ര നല്ലൊരു സാക്ഷ്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ പഠിത്തത്തിൽ അത്ര ഒരു സാക്ഷ്യമില്ല, അല്ലെങ്കിൽ വീട്ടിൽ അത്ര നല്ലൊരു സാക്ഷ്യമില്ല, അല്ലെങ്കിൽ നമ്മളുടെ ചിന്താ ജീവിതം, നമ്മൾ പണം ചെലവഴിക്കുന്ന വിധം, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന വിധം, അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയ വചനത്തിലുള്ള നമ്മളുടെ ആഴത്തിലുള്ള ഒരു ധ്യാനം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നിറവിലുള്ള ചില കുറവുകൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിന് പല പല മേഖലകളിൽ ചിലയിടങ്ങളിലൊക്കെ കുറച്ചൊരു നിറവും കാര്യങ്ങളൊക്കെ കണ്ടേക്കാം. എന്നാൽ ചിലയിടങ്ങളിൽ ഇനിയും കുറച്ചുകൂടെ ഫലം കായ്ക്കേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തിബന്ധങ്ങളിൽ ചിലപ്പം ചില ബന്ധങ്ങൾ, ചില വ്യക്തിബന്ധങ്ങൾ, ചില സുഹൃത്തുക്കളോടൊക്കെ അവിടെയൊക്കെ ചിലപ്പോൾ നമുക്ക് ചിലരോട് ഭയങ്കര ഇടുക്കവും, നമുക്ക് അവരോടൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, ചിലരോട് നമുക്ക് കയ്പും വിരോധവും, അങ്ങനെയൊക്കെ ഉള്ള ചില ഇടുക്കവും പ്രയാസവും കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പം എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടുകൂടെ എല്ലാവരോടും സമാധാനമായിട്ടായിരിക്കാന്, എല്ലാവരോടും സമാധാനം ആചരിക്കാനാണ് നമ്മൾ എബ്രായർ 12-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ എല്ലാവരോടും സമാധാനം ആചരിക്കുക, അല്ലെങ്കിൽ പിന്തുടരുക. പെർസ്യൂ പീസ് വിത്ത് ഓൾ മെൻ, എല്ലാവരോടും സമാധാനം പിന്തുടരുമ്പോൾ അവരും കൂടെ സമാധാനം നമ്മളോട് പിന്തുടരുവാണെങ്കിൽ നമുക്ക് അവരോട് സമാധാനം ആയിരിക്കാനൊക്കും. അങ്ങനെയാണെങ്കിൽ അതാ നമ്മൾ റോമർ 12:17 കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം എല്ലാവരോടും സമാധാനം ആയിരിക്കുക എന്ന് പറയുമ്പോൾ 2 പാർട്ടും കൂടെ ഉണ്ട്. അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരോടും പിന്തുടരണം, പക്ഷെ അവരും കൂടെ സമാധാനമായിട്ട് വരുമ്പോഴാണ് നമുക്ക് സമാധാനം ആയിരിക്കാൻ ഒക്കുന്നത്. ബീയിങ് അറ്റ് പീസ്, പെർസ്യൂയിങ് പീസ് എന്ന് പറയുമ്പോൾ സമാധാനം പിന്തുടരുക, അത് എല്ലാവരോടും വേണം. എബ്രായർ 12:14. എന്നാൽ റോമർ 12:18 as far as it depends on you, so far as far as it depends on you, if possible be at peace. സമാധാനം ആയിരിക്കണമെങ്കിൽ 2 പേരുടെ പാട്ടും കൂടെ വേണം. അതുകൊണ്ട് അവരും കൂടെ നമ്മളെല്ലാവരോടും സമാധാനം പിന്തുടരുന്നവരാണോ? ചിലരോട് നമുക്കങ്ങ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, നമ്മൾ ഒരു ക്ഷമ ചോദിക്കാൻ നമുക്ക് പറ്റുന്നില്ല, നമ്മുടെ ഭാഗത്തുനിന്നൊരു ചെറിയ, നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചില കുറവുകളുണ്ടായിട്ടുണ്ട്. എന്നാൽ അവരോടൊന്ന് സോറി ചോദിച്ച്, സോറി എൻ്റെ ഭാഗത്തുനിന്ന്, ചിലപ്പോൾ നമ്മുടെ പേരൻസിനോടായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ ഭാര്യയോടായിരിക്കും, ഭർത്താവിനോടായിരിക്കും, കുഞ്ഞുങ്ങളോടായിരിക്കും, ചിലപ്പം നമ്മളുടെ സഹപാഠികളോടോ സഹപ്രവർത്തകരോടൊക്കെ ആയിരിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊന്ന് സോറി, ഞാൻ അന്ന് ഹെർട്ട് ചെയ്ത് അങ്ങനെ സംസാരിച്ചല്ലോ, ഞാനങ്ങ് പറഞ്ഞത് വളരെ പ്രയാസമായെന്ന് എനിക്ക് തോന്നുന്നു, സോറി എന്ന് ചോദിക്കാനുള്ള എല്ലാവരോടും സമാധാനം പിന്തുടരാനുള്ളൊരു മനസ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ഏതൊക്കെയെങ്കിലുമൊക്കെ മേഖലകളിൽ ഫലം വേണ്ടതത്ര കായ്ക്കാതൊക്കെ ഇരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? പിടിച്ചങ്ങ് പ്രൂൺ ചെയ്യും. ആ പ്രൂൺ ചെയ്യുന്ന കത്തിയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും വചനമാകുന്ന ആ ഒരു പ്രൂണിങ് നൈഫിനെ കുറിച്ച്, വചനമാണ് ഏത് വാളിനേക്കാളിലും മൂർച്ചയുള്ള, ഏത് ഇരുവായുത്തലുള്ള വാളിനേക്കാളിലും മൂർച്ചയുള്ളതാണ് ഈ ദൈവത്തിൻ്റെ വചനം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എബ്രായർ 4:12 കാണുന്നുണ്ട്. ആത്മാവിൻ്റെ വാളാണ് ഈ വചനമെന്ന് എഫേസ്യർ 6:17 നമ്മൾ വായിച്ചു. അപ്പോൾ പല ജീവിത സാഹചര്യങ്ങളിലൂടെ, പല വ്യക്തികളിലൂടെയൊക്കെ ആയിരിക്കും ദൈവം ഈ ഒരു പ്രൂണിങ് പ്രോസസ്സ്, ഈ ഒരു ചെത്തിവെടുപ്പാക്കുന്ന ഒരു ഡിസിപ്ലിനിങ് പ്രോസസ്സ്, ഒരു സ്നേഹിക്കുന്നവരെ ശാസിക്കുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടത്തിവിടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തല തിരിക്കാതെ, നമ്മളത് സദൃശവാക്യം 1:23 കഴിഞ്ഞ ആഴ്ച കണ്ടു. നമ്മൾ ആ കർത്താവിൻ്റെ ശാസനയ്ക്ക്, പ്രൂണിങ് നൈഫിന് തലതിരിച്ച് അവിടെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കാൻ തക്ക വേണം. നമ്മൾ നീതിമാൻ എന്നെ ശാസിച്ചാൽ അതെനിക്ക് തലയ്ക്ക് എണ്ണയാകുന്നു എന്നൊക്കെ 145-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് നമ്മൾ കണ്ടതല്ലേ. 141-ാം സങ്കീർത്തനം ഞാൻ പിന്നെ അതിലോട്ടൊന്നും പോകുന്നില്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ച കാര്യങ്ങളൊക്കെ കണ്ടതാണ്. 141-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലാണ് നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അധികാരമുള്ള സഹോദരങ്ങൾ നമ്മളെ
ആ ഒരു സ്നേഹത്തിലെ കാർക്കശ്യത്തിൽ ശാസിക്കുന്നത്. അത് തലയ്ക്ക് എണ്ണ, അത് തല തിരിച്ച് മാറ്റാനുള്ളതല്ല, തലയ്ക്ക് എണ്ണയാണെന്ന് കണ്ട് അങ്ങനെ ഒരു പ്രൂണിങ് നൈഫ് നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കുമ്പോഴാണ് അധികം ഫലം കായ്ക്കുന്നത്. നമ്മളുടെ ആ സ്വയജീവനിൽ അവിടെ ഒരു മുറിവ് ഏൽക്കും. ശരിയാണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ, ചില തിരുത്തലുകൾ, ചില കറക്ഷൻസൊക്കെ ദൈവത്തിലൂടെ പല സാഹചര്യങ്ങളിലൂടെ വ്യക്തികളിലൂടെ ഒക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അത് ഇഷ്ടമല്ലെങ്കിലും നമ്മളവിടെ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തുമ്പോൾ അവിടെ നമ്മുടെ സ്വയജീവൻ ആകുന്ന ജഡത്തിൻ്റെ ഒരു തിരശ്ശീലയിലൊരു ചീന്തൽ വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് അധികമായിട്ട് ആ വചനമാകുന്ന വാളാണ് ഈ ജഡമാകുന്ന തിരശ്ശീലയിൽ ചീന്തലുണ്ടാക്കുന്നത്. ആ വാളിൽ എന്താ ഉണ്ട്? അത് അഗ്നിമയമായൊരു വാളാണ്. ആ വാളെന്ന് നമ്മൾ ഫ്ലെയിമിങ് സ്വോർഡ് എന്നുള്ളൊരു കാര്യം ആണ് നമ്മളവിടെ ഉൽപ്പത്തി 3:24 ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാനായിട്ട് കെരൂബുകളെ വാളിൻ്റെ ജ്വാലയുമായി നിർത്തിയെന്നാണ് നമ്മളവിടെ ഉൽപ്പത്തി 3:24 വായിക്കുന്നത്. അപ്പോൾ ഈ വാളിൻ്റെ മേലെ എന്തുണ്ട്? ഈ വാളിലൊരു ജ്വാലയുണ്ട്. ഈ വചനം എന്ന് പറയുമ്പോൾ വചനമാകുന്ന വാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമുണ്ട്. ആ വചനത്തെ നമ്മൾ കീഴടങ്ങുമ്പോൾ ആ വചനത്തിൻ്റെ ആത്മാവും ജീവനുമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് അധികമായിട്ടൊരു അഭിഷേകം വരുവാൻ, അധികമായിട്ട് അവിടെ അങ്ങനെ അധികം പരിശുദ്ധാത്മാവിൻ്റെ ജീവരസം ഒഴുകുമ്പോൾ അധികം ഫലം കായ്ക്കും. അത് ചെത്തി വെടുപ്പാക്കുമ്പോൾ അധികം ഫലം കായ്ക്കും എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ബോഡിയിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഉദാഹരണം പറഞ്ഞു. ഇപ്പം അനീറ്റയൊക്കെ MBBS ഒക്കെ എല്ലാം പരീക്ഷയൊക്കെ എഴുതിയിട്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ എന്താണ് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ പെട്ടെന്ന് ആ ശരീരത്തിലെ ആ മുറിവൊന്ന് കരിക്കാൻ വേണ്ടി ആ ശരീരം ഒട്ടാകെ അതിൻ്റെ ഡിഫൻസ് മെക്കാനിസംസ് എല്ലാം കൂടെ ശ്വേതരക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ് എല്ലാം വരുന്നു. അവിടെ ആ രക്തം കട്ട പിടിക്കാൻ വേണ്ടി പ്ലേറ്റ്ലെറ്റ് എല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ പ്ലഗ് ഉണ്ടാകുന്നു. അത് ഹീൽ ചെയ്യാൻ വേണ്ടി ശരീരത്തിലെ എല്ലാ ന്യൂട്രിയൻസും കാര്യങ്ങളും എല്ലാം അത് ആ ഒരു പ്രോസസ്സ്, ആ മുറിവ് കരിക്കാൻ വേണ്ടി ആ ശരീരം നോക്കുന്നതെന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ജഡത്തിലൊരു മുറിവുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ്, ഗിലെയാദിന് വൈദ്യനായിട്ടുള്ള കർത്താവ് അധികമായിട്ട് വന്ന് നമ്മളിലേക്ക് വന്ന് വ്യാപരിച്ച് അത് അധികം ഫലം കായ്ക്കുവാൻ അത് ഈ ചെത്തി വെടുപ്പാക്കുമ്പോൾ ആ ചെത്തി വെടുപ്പാക്കുന്നിടത്ത് പ്രൂൺ ചെയ്യുന്നിടത്ത് പിന്നെ പെട്ടെന്ന് മുളകൾ പൊട്ടിക്കിളിച്ച് അത് നല്ല പുതിയ ഇലകളൊക്കെ വന്ന് പുതിയ ഫലം കായ്ക്കുന്ന ഒരു തലത്തിലേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ വെടുപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം, ഞാൻ ഇപ്പം പറയുന്ന വചനം തന്നെ നിങ്ങൾക്ക് അതൊരു ചെത്തി വെടുപ്പാക്കുന്ന കത്തി മാതിരി ആയിരുന്നു എന്ന കർത്താവ് അവരോട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് നിങ്ങളത് ആ വചനം അതിൻ്റെ വലിയ വലിയ ആഴങ്ങളൊന്നും അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ആ വചനം അവർ ശുദ്ധമാക്കി തീർത്തു. നമുക്ക് ആ കാര്യങ്ങൾ എത്രയധികം നമ്മുടെ മനസ്സിലറിയുന്നു എന്നുള്ളതിനെക്കാട്ടും മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും ആ വചനത്തിന് നമ്മളങ്ങ് കീഴടങ്ങി കൊടുക്കുമ്പോൾ ആ വചനം നമ്മുടെ ഒരു അനുഭവമായിട്ട് മാറുന്നതനുസരിച്ച് അവിടെ ഒരു ആത്മാവിൽ നമ്മളൊരു ശുദ്ധിയുള്ളവരായിട്ട്, ആത്മാവിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തെ ആത്മാവിനെ നിറയ്ക്കുമ്പോൾ അവിടെ നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കും. മത്തായി 5:8 അതാ വായിക്കുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എന്നിൽ വസിക്കുവിൻ. നിങ്ങൾ അധികം ഫലം കായ്ക്കാൻ വേണ്ടി ചെത്തി വെടുപ്പാക്കുന്നു. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നാൽ നിങ്ങൾ ഇനിയും എങ്ങനെ ഫലം കായ്ക്കുന്നതിൻ്റെ ഒരു ഗുട്ടൻസ്, അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ കർത്താവിൽ വസിക്കണം. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ആ ഒരു രണ്ട് ക്ലോസുകളെന്ന് നമുക്ക് പറയാം. എബൈഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ യു ആൻഡ് ഐ വിൽ എബൈഡ് ഇൻ യു. നമ്മൾ കർത്താവിൽ വസിക്കുമ്പോഴാണ് കർത്താവ് നമ്മളിലും വസിക്കുന്നത്. നമ്മളത് കഴിഞ്ഞ യോഹന്നാൻ 14 അധ്യായത്തിൽ, ഇത് യോഹന്നാൻ 15 കർത്താവ് ആദ്യമായിട്ട് ഈ വസിക്കുന്നതിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ അതിന് തൊട്ട് മുമ്പ് 14 അധ്യായത്തിൽ കർത്താവ് ഈ വസിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അത് പക്ഷേ അത്ര അങ്ങ് വ്യക്തമായിട്ടങ്ങ് പറഞ്ഞതായിട്ട് നമുക്ക്, അത് കർത്താവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം കർത്താവ് അത് പറഞ്ഞായിട്ട് നമ്മളത് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മളത് കണ്ടായിരുന്നു. യോഹന്നാൻ 14 അധ്യായത്തിൽ തന്നെ കർത്താവ് നമ്മളോട് വസിക്കാൻ പറയുന്നതിന് മുമ്പേ നമുക്ക് എല്ലാത്തിനും മാതൃകയായിട്ട് ആരുണ്ട്? കർത്താവുണ്ട്. കർത്താവ് എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറയുവാണെങ്കിൽ ആദ്യം അത് ആര് ചെയ്തിട്ടുണ്ട്? കർത്താവ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 1:1 നമ്മൾ സാങ്ക്ടിഫൈഡ് എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്, കർത്താവ് ചെയ്തും ഉപദേശിച്ചും പോകുന്നത് എന്നാണ് അപ്പോസ്തലപ്രവൃത്തികൾ ആക്സ് 1:1 നമ്മൾ വായിക്കുന്നത്. ആദ്യം കർത്താവ് ചെയ്തതേ കർത്താവ് ഉപദേശിച്ചുള്ളൂ. ക്രൂശ് എടുക്കാൻ കർത്താവ് പറഞ്ഞെങ്കിൽ കർത്താവ് ആദ്യം ക്രൂശ് എടുത്ത് സ്വയത്തെ മരിച്ചുകൊണ്ടേയിരുന്നു. ആ കർത്താവാണ് നമ്മളോട് ക്രൂശ് എടുക്കാൻ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് എന്നിൽ വസിക്കുമെന്ന് പറയുമ്പം കർത്താവ് പിതാവിലെ അതുപോലെ വസിച്ചു, പിതാവ് കർത്താവിലും വസിച്ചു. ആ കാര്യം നമ്മൾ എവിടെ വായിക്കുന്നത്? നമ്മളായിട്ടെന്ത് പറഞ്ഞുണ്ടാക്കിയതാണോ? അല്ല. യോഹന്നാൻ 15:4 കർത്താവിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കുമെന്ന് പറയുന്നതിന് മുമ്പായിട്ട് യോഹന്നാൻ 14 10 വാക്യത്തിൽ കർത്താവ് അത് പറഞ്ഞു, 10, 11 പറഞ്ഞു, ഈവൻ 20 വാക്യത്തിലും നമ്മൾ അത് പറഞ്ഞായിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അതിലേക്കൊന്ന് പോവുകയാണെങ്കിൽ അവിടെ
ഫിലിപ്പോസ് പറയുക 8-ാമത്തെ വാക്യത്തിൽ എന്നെ കാണിച്ച് പിതാവിനെ കാണിച്ചു തന്നാൽ മതി, അത് മതിയായിരുന്നു, ബാക്കിയൊന്നും കൂടുതലൊന്നും വേണ്ട. അപ്പോൾ കർത്താവ് പറയുക, ഫിലിപ്പോസ് നിനക്കൊന്നും കത്തിയില്ലല്ലോ, ഇത്രയും ഞാൻ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ടും നിന്നോട് കൂടെ ഇത്രയൊക്കെ അറിഞ്ഞിട്ട് നീ ഒന്നും അറിയുന്നില്ലല്ലോ എൻ്റെ ഫിലിപ്പോസേ. 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഹൃദയ ചങ്കിൽ കൈവച്ചായിരിക്കും പറഞ്ഞ എൻ്റെ ഫിലിപ്പോസേ നിനക്ക് ഒന്നും കാര്യമായിട്ട് കത്തിയില്ലല്ലോ എന്ന് യോഹന്നാൻ 14:9 വാക്യത്തിൽ പറഞ്ഞിട്ട് എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ കാണിച്ചതെന്ന് നീ പറയുന്നത് എന്താ? യഥാർത്ഥത്തിൽ ഞാൻ പിതാവ് എന്നിലുമാണ് ആവുന്നത് എന്നാൽ എൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതായത് യേശു പിതാവിലാണ് എന്ന് പറയുമ്പോൾ യേശു പിതാവിൽ അവസിക്കുന്നത്, പിതാവ് യേശുവിലും അവസിക്കുന്നത്. അതായത് ആ ഒരു അഭേദ്യമായൊരു ബന്ധത്തെ അത് സൂചിപ്പിക്കുന്നത്. ആ ഒരു കൊമ്പ് മുന്തിരിവള്ളിയില്ല, എന്നാൽ ആ മുന്തിരിവള്ളിയുടെ ഗുണം നമ്മൾ കൊമ്പിലാണ് കാണുന്നത്. കൊമ്പിലാണല്ലോ അതിൻ്റെ ഫലങ്ങളൊക്കെ. ആ മുന്തിരി വള്ളിയിലല്ല ഫലങ്ങൾ കാണുന്നത്, അതിൻ്റെ കൊമ്പുകളില്ല. അപ്പം ആ മുന്തിരിവള്ളിയുടെ ഗുണം നല്ല മുന്തിരിവള്ളിയാണോ എന്നുള്ളത് തെളിയിക്കുന്നത് ഈ കൊമ്പുകളാണ്. എന്നാൽ ഈ കൊമ്പ് അതിന് സ്വന്തമായിട്ട് അസ്തിത്വമൊന്നുമില്ല, കൊമ്പിൽ മുന്തിരിവള്ളിയില്ല എന്ന് പറയുന്നത് പോലെയുള്ളൊരു വലിയൊരു അഭേദ്യമായൊരു ബന്ധം. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, പ്രിയൻ എനിക്കുള്ളവൻ എന്ന് നമ്മൾ ഉത്തമഗീതത്തിൽ വായിക്കുന്നത് പോലെ. ഉത്തമഗീതം നമ്മളത് 2:6 നമ്മളത് വായിക്കുന്നുണ്ട്. ഐ ആം മൈ ബിലവഡ്സ് ആൻഡ് മൈ ബിലവഡ് ഈസ് മൈൻ. ഞാൻ പെട്ടെന്ന് ആ 3 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചോട്ടെ. ഉത്തമഗീതം 2-ാം അധ്യായത്തിലേക്കൊന്ന് വരുമ്പോൾ അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ഞാൻ എൻ്റെ പ്രിയനുള്ളവളാണ്. അതാ നമ്മൾ കർത്താവ് നമ്മളുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം. നമ്മുടെ പല പാട്ടുകളിലൊക്കെ നമ്മൾ ആ വരികളൊക്കെ പാടാറുണ്ട്. അതിൻ്റെ 16-ാമത്തെ വാക്യമാണ് ഉത്തമഗീതം 2:16 വാക്യത്തിൽ എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. അതായത് എൻ്റെ പ്രിയനായ കർത്താവ് എനിക്കുള്ളതാ, ഞാൻ എൻ്റെ കർത്താവിനുള്ളതാ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നത്, പക്ഷേ റിവേഴ്സ് ഓർഡറിലാണ് പറയുന്നത്. നമ്മളത് സാങ്ക്ലിയറിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ കുറച്ചുകൂടി ഒരു മെച്യൂർ ലെവൽ. ആദ്യം എൻ്റെ പ്രിയൻ എനിക്കുള്ളതാന്ന് പറഞ്ഞ് കുറച്ചുകൂടി ദൈവം കർത്താവ് എല്ലാം എൻ്റേതാണ് എന്ന് പറയുന്ന ഒരു കുറച്ചുകൂടി ഒരു സ്വാർത്ഥപരമെന്ന് പറയാം. കുറച്ചുകൂടി ഒരു മെച്യൂർ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും ഉത്തമഗീതത്തിൻ്റെ 6:3 വരുമ്പോൾ ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവിടെ കൂടുതലൊരു മെച്യൂർ ലെവൽ. അവിടെ ഞാൻ കർത്താവേ അങ്ങേക്കുള്ളതാണ്, പിന്നെ അടുത്തതാണ് അങ്ങ് എനിക്കുള്ളതാണെന്ന് പറയുന്നത്, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ എന്ന് പറയുന്നത്. എന്നാൽ കുറച്ചുകൂടെ ഒരു മെച്യൂർ ലെവലിലേക്ക് വരുമ്പം 7:10 എന്താ പറയുന്നത്? മലയാളത്തിൽ 7:11, ഇംഗ്ലീഷിൽ 7:10 ഞാൻ എൻ്റെ പ്രിയനുള്ളവൻ. അത് കഴിഞ്ഞിട്ട് അവൻ എനിക്കുള്ളതെന്ന് പോലും പറയുന്നില്ല, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു എന്നങ്ങ് പറയുന്ന ആ ഒരു പ്രിയതമ, ആ ഒരു മണവാട്ടിയെ നമ്മളവിടെ കാണുന്നത്. അപ്പം അതുപോലെ ഉള്ളൊരു ബന്ധമാണ് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, നമ്മളും കർത്താവും തമ്മിലുള്ളൊരു ബന്ധം. അതുപോലെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് അവിടെ യോഹന്നാൻ 14:10 കർത്താവിന് പറയാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോഴും ആരിലും മറഞ്ഞിരിക്കുമായിരുന്നു, പിതാവിലങ്ങ് മറഞ്ഞിരിക്കും. അപ്പം പിതാവ് സകല സമ്പൂർണതയോടെ സകല തേജസ്സോടെ യേശുവിൽ അങ്ങ് വസിച്ചു. അതാ നമ്മൾ ആ കൊളോസ്യറിൽ വായിക്കുന്നത് പോലെ, കൊളോസ്യർ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ആ ഒരു സകല സമ്പൂർണതയോടെ ദൈവത്തിൻ്റെ തേജസ് യേശുവിൽ വസിച്ചു എന്ന് പറയുന്നൊരു വാക്യം നമ്മൾ കൊളോസ്യർ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അവൻ അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നു. ആ ഒരു തേജസ്സിൻ്റെ സമ്പൂർണതയോടെ കർത്താവ്, അത് എനിക്ക് തോന്നുന്നു ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അത് എബ്രായ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലാണോ എന്ന് ഞാൻ നോക്കട്ടെ. എബ്രായർ 1-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് വരുവാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ആ ഒരു സകല തേജസ്സിൻ്റെ ഒരു സമ്പൂർണതയോടെ പുത്രനിൽ വസിക്കുന്ന ആ ഒരു കാര്യം, അതെ റേഡിയൻസ് ഓഫ് സ്ക്ലോറി, അത് തന്നെ ഞാൻ ആ വാക്യം ഉദ്ദേശിച്ചിരിക്കും. എബ്രായർ 1:3 വാക്യത്തിൽ അവൻ, അതായത് യേശു അവൻ്റെ പിതാവിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നവനാകുകൊണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ ഒരു പിതാവിൻ്റെ തേജസ്സെല്ലാം സമ്പൂർണ്ണമായിട്ടും യേശുവിലാണ് വസിച്ചത് എന്നുള്ളൊരു കാര്യം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യേശു സമ്പൂർണ്ണമായിട്ടും തന്നെ താഴ്ത്തി ഒരു വട്ടപൂജ്യമായിട്ട് കർത്താവ് എപ്പോഴും തന്നെ താഴ്ത്തി പിതാവിൽ അങ്ങ് വസിച്ചത് കൊണ്ട് പിതാവിൻ്റെ സകല തേജസ്സും സകല സമ്പൂർണതയെല്ലാം യേശുവിൽ അങ്ങ് നിറഞ്ഞു കവിയുന്നതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. നമ്മൾ
കൊളോസ്യ ലേഖനത്തിലും അതുപോലൊരു വാക്യം വായിച്ച്, അദൃശ്യനായ ദൈവത്തിൻ്റെ ഒരു പ്രതിമയായിട്ട് കർത്താവ് അവിടെ ജീവിച്ചതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അതെ, നമ്മൾ തിരിച്ച് അതെ, അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അവനിൽ സർവ്വസമ്പൂർണ്ണതയും വസിക്കുവാനും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. കൊളോസ്യർ 1:19 അവനിൽ സർവ്വസമ്പൂർണ്ണതയും വസിക്കുവാനും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം ആ ഒരു പിതാവിന് യേശുവിൽ അതുപോലെ അങ്ങ് വസിക്കാൻ സാധിച്ചതിൻ്റെ കാരണം, ഇപ്പം യേശു പറയുവാണെങ്കിൽ നിങ്ങൾ എന്നിൽ വസിച്ചാൽ എനിക്ക് നിങ്ങളിൽ വസിക്കാൻ ഒക്കുന്നതെന്ന് പറയുമ്പം നമ്മളിൽ ദൈവം അതുപോലെ വസിക്കണമെങ്കിൽ, നമ്മളെ കാണുന്നവർക്ക് യേശുവിനെ അധികമായിട്ട് കാണാൻ സാധിക്കണമെങ്കിൽ നമ്മൾ യേശുവിൽ അതുപോലെ അങ്ങ് മറഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കാറിനകത്ത് കയറി ഇരിക്കുവാണെങ്കിൽ ആൾക്കാർ നമ്മളെ കാണുന്നില്ല, കാറാ കാണുന്നതെന്ന് പറയുന്നത് വരെ പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്നാണ് നമ്മൾ ആ പാട്ടിൽ പാടുന്നത്. അത് മോശ അങ്ങനെ ആ പിളർന്ന പാറയുടെ പിളർപ്പിൽ മറഞ്ഞപ്പോഴാണ് മോശയ്ക്ക് ദൈവത്തിൻ്റെ തേജസ് കാണാൻ സാധിച്ചെന്ന് നമ്മളവിടെ പുറപ്പാട് 33-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നത് പോലെ. അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിലും പിളർന്ന പാറയാകുന്ന, യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തു എന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ ആ യുഗങ്ങളുടെ പാറ ക്രിസ്തു ആകുന്നു എന്ന് വായിക്കുന്നുണ്ട്. ആ യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തുവിൻ്റെ വിലാവാണ് പിളർക്കപ്പെടുന്നതായിട്ട് യോഹന്നാൻ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം അവിടെ കർത്താവിൻ്റെ രക്തവും ജലവും ഒഴുകുന്ന അടുത്ത് കർത്താവ് എൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ എൻ്റെ സ്വന്തം മഹാത്മ്യത്തിലോ ഒന്നുമല്ല ഞാൻ അവിടുത്തെ രക്തത്തിൽ ആശ്രയിക്കുന്നു, അവിടുത്തെ വചനമാകുന്ന വെള്ളത്തിൽ എന്നെ കഴുകണം. ആ ഒരു നിസ്സഹായതയോടെ ബലഹീനതയോടെ നമ്മൾ കർത്താവിലങ്ങ് മറയുമ്പം, കർത്താവിലങ്ങ് വസിക്കുമ്പോൾ, നമ്മളെ തന്നെ ഒരു ജീവനുള്ള യാഗമായിട്ട് കർത്താവിനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറഞ്ഞ് യേശു നമ്മളിൽ വസിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതാണ് നമ്മളിപ്പം യോഹന്നാൻ 15:4 നമ്മളിപ്പോൾ അങ്ങോട്ട് 14:10 നമ്മൾ വന്നിരിക്കുക. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നത് നീ വിശ്വസിക്കുന്നില്ലയോ? അത് കഴിഞ്ഞിട്ട് എന്താ, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യുക. ഞാൻ പിതാവിലങ്ങ് വസിക്കുന്നു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുവാണ്. പിതാവാണ് എന്നിലൂടെ സംസാരിക്കുന്നത്, പിതാവാണ് എന്നിലൂടെ ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് യേശു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പറഞ്ഞിട്ട് കർത്താവിന് തൃപ്തിയായില്ല, പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഇത് അവർക്ക് ഒന്നും കാര്യങ്ങൾ അധികം കത്തുന്നില്ലെന്നറിയാം. പരിശുദ്ധാത്മാവ് അവർക്ക് പ്രകാശനം അപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നീട് പെന്തക്കോസ്ത് നാളിലാണ് പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് അവരുടെ ഉള്ളത്തിൽ വന്നത്. അതിനു മുമ്പ് അവരുടെ മേൽ ഒരളവിലൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം യേശു ഇടയ്ക്ക് കൊടുത്തു എന്നുള്ളതല്ലാതെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിലേക്ക് വന്നത് പെന്തക്കോസ്ത് നാളില്ല. അപ്പോഴവർ അതിനുശേഷമാണ് പിന്നീട് അവരുടെ കർത്താവുള്ള നടപ്പിൽ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ, വചനമൊക്കെ കൂടുതൽ ആഴത്തിലേക്കൊക്കെ മനസ്സിലാവുന്നതും. പിന്നീടാണ് യോഹന്നാൻ ഇത് 90 AD ശേഷമാണ് യോഹന്നാൻ ഈ വാക്യങ്ങളൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം അവിടെ 11-ാമത്തെ വാക്യം യോഹന്നാൻ 14:11 ഞാൻ പിതാവിലും, പിന്നെയും പറയുക, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കുവിൻ. അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തമെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, പിതാവ് എന്നിലൂടെ ചെയ്യുന്ന പ്രവൃത്തി നിമിത്തമെങ്കിലും വിശ്വസിക്കുവിൻ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ആ നാളിലേ മനസ്സിലാവത്തുള്ളൂ. ഏത് നാളിലാണ്? ഞാൻ പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥനെ അയച്ചു തരുന്ന നാളെന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിൽ. അതാ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അന്ന് അറിയും. എന്തറിയുന്നു? ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും, ഞാൻ എൻ്റെ പിതാവിലാണ്, നിങ്ങൾ എൻ്റെ ഉള്ളിലാണ്, ഞാൻ നിങ്ങളിലാണ്, അപ്പം നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾക്കതൊരു അനുഭവമായിട്ട് മാറുന്നേ എന്നാ മാറുന്നതെന്ന് വെച്ചാൽ പെന്തക്കോസ്ത് നാൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നിങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഞാനല്ല ശരിക്കും. അപ്പോൾ പത്രോസിന് ശരിക്കും മനസ്സിലാവും. എന്ന് വെച്ചാൽ പത്രോസ് ഒന്ന് 10-15 മിനിറ്റ് പ്രസംഗിച്ചപ്പോഴത്തേക്കും 3000-ഓളം പേര് മാനസാന്തരപ്പെട്ടു. അപ്പോഴത്തേക്കും പത്രോസിന് മനസ്സിലായത് ഞാനല്ല, അയ്യോ ഞാൻ പ്രസംഗിച്ച 3000 പോയിട്ട് 3 പേര് പോലും മാനസാന്തരപ്പെടത്തില്ല. ഞാൻ തന്നെ 50ഓളം ദിവസത്തിന് മുമ്പ് എന്താ സംഭവിച്ചത്, ഒരു വേലക്കാരത്തി പെങ്കൊച്ച് യേശുവിനെ അറിയത്തില്ലേ, നീ ഗലീലക്കാരനല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് യേശുവിനെ ഒന്നും അറിയത്തില്ല ഒക്കെ ഞാൻ ആണായിട്ട് പറഞ്ഞവനാ. അപ്പം ഞാനല്ല ഈ സംസാരിച്ചത്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവാണ് എനിക്ക് അട്രൻസ് തന്നെ, അരുളപ്പാട് തന്നത്. എന്നിൽ യേശു വസിച്ചുകൊണ്ട് സംസാരിക്കുമായിരുന്നു പരിശുദ്ധാത്മാവിലൂടെയെന്ന് അന്ന് പത്രോസിന് കത്തി. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രോസിനൊന്നും കത്തി കാണത്തില്ല. ഇന്ന് പത്രോസ് ആ വചനമൊക്കെ കേട്ട് ശുദ്ധമായി തീർന്നു എന്ന് പറഞ്ഞത്. അപ്പം അന്ന് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതൊരു അനുഭവമായിട്ട്, എൻ്റെ ജീവിതത്തിലെയും പ്രാർത്ഥന കർത്താവേ, എൻ്റെ ഒരു നിത്യാനുഭവമായിട്ട് കർത്താവേ അങ്ങയിൽ വസിക്കുകയും ചെയ്യുന്നൊരു കാര്യം. ഇപ്പം നമ്മളത് യോഹന്നാൻ 15:4 കർത്താവ് യോഹന്നാൻ 10, 11, 20 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു ഇതേപോലൊരു കാര്യം. ഇതിപ്പം നമ്മൾ ഈ കർത്താവിൽ വസിക്കുക എന്നുള്ളൊരു
അതൊരു കർത്താവിൽ വസിക്കുന്നത് അതൊരു ഫൗണ്ടേഷൻ മാതിരി, ഒരു കെട്ടിടത്തിൻ്റെ അസ്ഥിവാരം നമ്മൾ കാണത്തില്ല, എന്നാൽ പുറമേയുള്ള മേലോട്ടുള്ള പണിയാണ് കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ ഒരു ചെടിയുടെ ഷൂട്ടാണ് നമ്മളിവിടെ കാണുന്നത്, അതിൻ്റെ റൂട്ട് മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് പോലെ റൂട്ട് ഷൂട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അസ്ഥിവാരം മേലോട്ടുള്ള പണി എന്ന് പറയുന്നത് പോലെ, കെട്ടിടത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാലും ചെടിയുടെ ഉദാഹരണം പറഞ്ഞാലും എന്ന് പറഞ്ഞതുപോലെയാണ് കർത്താവിൽ നമ്മൾ വസിക്കുന്നത്. മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല, എന്നാൽ കർത്താവ് നമ്മളിൽ വസിക്കുന്നത് മറ്റുള്ളവർക്കത് മണക്കാൻ പറ്റും. കർത്താവിൻ്റെ സൗരഭ്യവാസന, ഈ സഹോദരൻ ഈ സഹോദരിയുടെ സംസാരം, ഇടപെടൽ, വർത്തമാനം, അതിലൊക്കെ ഒരു കർത്താവിൻ്റെ ഒരു സൗരഭ്യമുണ്ട്, അവിടെ ഒരു സ്നേഹമുണ്ട്, അവിടെ ചിലയിടത്ത് നല്ലൊരു കാർക്കശ്യമുണ്ട്, അവിടെ ഒരു കാരുണ്യമുണ്ട്, അവിടെ ഒരു മനസ്സിലിവുണ്ട്. ആ യേശുവിനെ അധികമായിട്ട് ഈ സഹോദരങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരിലൊരു യേശുവിൻ്റെ ഒരു സ്വഭാവം വെളിപ്പെടുന്നുണ്ട്. അപ്പം കർത്താവ് നമ്മളിൽ വസിക്കുന്നത് അത് വെളിപ്പെടെ എന്ന് പറയുമ്പോൾ അതിന് തമിഴ് വാക്കാന്ന് തോന്നുന്നത് വെച്ചാൽ അതൊരു പ്രകടമായിട്ട് ഒരു മാനിഫെസ്റ്റഡ് ആവുന്നൊരു കാര്യമാണ്. നമ്മൾ കർത്താവിൽ വസിക്കുന്നത് നമ്മളും കർത്താവ് മാത്രം അറിയുന്നൊരു രഹസ്യമാണ്. ഞാൻ കർത്താവിൽ വസിക്കുകയാണോ അതോ ഞാൻ തന്നെ അങ്ങ് ജീവിക്കുകയാണോ എന്നുള്ളൊരു കാര്യം. നമുക്ക് ആത്മാവിലുള്ളൊരു ജീവിതമുണ്ട്, സ്വയത്തിലുള്ളൊരു ജീവിതം. അത് അങ്ങനെ ഒരു രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ജീവൻ്റെ ഒരു സോഴ്സായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളത് ആത്മാവിലുള്ള ജീവിതവും ജഡത്തിലുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ഗലാത്യർ 5-ാം അധ്യായത്തിലും റോമർ 8-ാം അധ്യായത്തിലും ഒക്കെ ആ ഒരു ഇഫ് യു ലിവ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്, ജഡപ്രകാരമാണെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ എന്നുള്ളൊരു കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ താരതമ്യമാണ് നമ്മൾ റോമർ 8-ാം അധ്യായത്തിലും ഗലാത്യർ 5-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ആ ജഡമാകുന്ന തിരശ്ശീലയുടെ ചോദനകൾ, പ്രചോദനങ്ങൾ, പ്രേരണ അനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു, പറയുന്നു, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു, പലരോടും പ്രതികരിക്കുന്നു, പലരോടും ഉത്തരം പറയുന്നു, പല കമൻറ്റുകൾ പറയുന്നു, പല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അതൊക്കെ ആ ഒരു സ്വയകേന്ദ്രിതമായ ഒരു ജീവിതത്തിൻ്റെ ഒരു കാര്യം. നമ്മൾ കർത്താവിൽ വസിക്കുന്നില്ല, നമ്മളുടെ ജഡത്തിൽ തന്നെയുള്ളൊരു ജീവിതം, ജഡത്തിൽ വസിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ സ്വയത്തിൽ വസിക്കുന്നു എന്ന് പറയാം. ജഡമാണല്ലോ നമ്മുടെ സ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ജഡമാകുന്ന തിരശ്ശീലയോട് ചേർന്നൊരു അവിടെ ഒരു സുവർണ്ണ അൾത്താരയിൽ അവിടെ നമ്മളെ തന്നെ താഴ്ത്തി ജഡത്തോട് ചേർന്നത് ജഡമാകുന്ന തിരശ്ശീലയോട് ചേർന്നാണ് ഈ സുവർണ്ണ അൾത്താര ഉള്ളതെന്നൊക്കെ പുറപ്പാട് 30-6 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സുവർണ്ണ അൾത്താരയിൽ നമ്മളെ തന്നെ, അതായത് സുവർണ്ണ അൾത്താര എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ട്, അവിടെ ഒരു ചോയ്സ് തന്നിട്ടുണ്ട്. അവിടെ നമ്മളെ തന്നെ ഓരോ സമയത്തും നമ്മളെ താഴ്ത്തി ഒരു ജീവനുള്ള യാഗമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൽ നമ്മൾ ആ ജഡമാകുന്ന തിരശ്ശീല അവിടെ ചീന്തപ്പെടുകയും കർത്താവിൻ്റെ പ്രൂണിങ് നൈഫിന് നമ്മൾ ഇരയായിട്ട് അവിടെ ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെടുകയും ആത്മാവിൻ്റെ തലത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് അധികമായിട്ട് നിറയുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ അനുസരിച്ച് നമ്മളുടെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും ഒക്കെ അധികമായിട്ട് നയിക്കപ്പെടുമ്പോൾ അവിടെ പിന്നെ വെളിപ്പെടുന്നത് എന്താ? കർത്താവിൻ്റെ വാക്കുകളും കർത്താവിൻ്റെ പ്രവൃത്തികളായിരിക്കും. നമ്മുടെ ജഡം നമ്മുടെ സ്വയം ക്രൂശിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയും പരിശുദ്ധാത്മാവ് തന്നെ നമ്മളുടെ ചിന്തകളെ നവീകരിക്കുകയും പുതുക്കുകയും, ചിന്തകളെ പുതുക്കുന്നതിനെക്കുറിച്ച് റോമർ 12:2 നമ്മൾ വായിക്കുന്നത് പോലെ ചിന്തകളെ പുതുക്കുകയും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൺട്രോളിലേക്ക് അധികമായിട്ട് വരുന്നതിനനുസരിച്ച് അവിടെ യേശുവിനെ നമ്മൾ അധികമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഇപ്പം എബൈഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ യു. നമ്മളിപ്പോൾ യോഹന്നാൻ 15:4 നമ്മൾ വായിച്ചു. എബൈഡ് ഇൻ മീ എന്ന് പറയുന്നത് ഒരു റൂട്ട് മാതിരി, ഒരു മറഞ്ഞിരിക്കുന്നൊരു കാര്യം. എന്നാൽ കർത്താവ് നമ്മളിൽ വസിക്കുന്നൊരു കാര്യം, അതൊരു ഷൂട്ട് മാതിരി മറ്റുള്ളവർക്ക് വെളിപ്പെടുന്ന ഒരു കാര്യം. അതുപോലൊരു വാക്യമാണ് നമ്മൾ റോമർ 12:1-2 വാക്യങ്ങൾ നമ്മൾ പറയാതിന് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. റോമർ 12:1 ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുവിൻ. റോമർ 12:2 വാക്യത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ പൂർണ്ണഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവിൻ എന്നുള്ളൊരു കാര്യം. അപ്പം ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണഹിതം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് യേശു നമ്മളിൽ വസിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണഹിതം നമ്മൾ ചെയ്യുന്നൊരു ജീവിതമാണ് റോമർ 12:2. അതൊരു ഫൗണ്ടേഷൻ, അതൊരു സൂപ്പർ സ്ട്രക്ചർ മാതിരി, മേലോട്ടുള്ള പണി മാതിരി, കെട്ടിടം മാതിരിയാണ്. എന്നാൽ അങ്ങനെ ഒരു പൂർണ്ണഹിതം നമ്മളുടെ ജീവിതത്തിൽ തെളിയിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഒരു സമർപ്പണം, അവിടെ ഒരു റൂട്ടിൽ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ ഷൂട്ടിൽ അവിടെ നിറയെ ഫ്രൂട്ട്സ് വരുത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ റോമർ 12:1-2 വാക്യങ്ങൾ ഇതുപോലൊരു നമ്മൾ യോഹന്നാൻ 15:4 പോലെയുള്ള ഒരു ഫൗണ്ടേഷനും സൂപ്പർ സ്ട്രക്ചറും ഒരു അസ്ഥിവാരവും മേലോട്ടുള്ള പണിയുള്ള വചനമാണെന്ന് പറയാം. പിന്നെ അതുപോലുള്ള വേറൊരു വാക്യം പറയുവാണെങ്കിൽ അത് നമുക്ക് മിക്കവർക്കും അറിയാവുന്നൊരു വാക്യം എന്താ? 1 യോഹന്നാൻ 4:19 വാക്യം. അവിടെ ദൈവം നമ്മെ ആദ്യമേ സ്നേഹിച്ചു,
അതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അതും ഇതുപോലൊരു റൂട്ടും ഷൂട്ടും പോലുള്ള വാക്യങ്ങളാണ്. ഞാൻ ഈ റോമർ 15:4 യോഹന്നാൻ 15:4 കുറച്ചുകൂടെ ഒന്ന് ആഴത്തിലേക്കൊന്ന് പോകാൻ നോക്കുക. 1 യോഹന്നാൻ 4:19 എന്താ? അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചത് കൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. അപ്പം നാം അവനെ സ്നേഹിക്കുന്നു, അത് മേലോട്ടുള്ളൊരു കാര്യമായിട്ട് കാണുവാണെങ്കിൽ ആ സ്നേഹത്തിലുള്ള ഒരു ജീവിതം, കർത്താവിനോടുള്ള സ്നേഹത്തിൽ എന്നാൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചു, ആ സ്നേഹത്തിലാണ് നമ്മൾ റൂട്ടഡ് ആയിട്ടിരിക്കുന്നത്. അത് 1 യോഹന്നാൻ 4:19. പിന്നെ വേറെ അതുപോലൊരു സിമിലർ ആയിട്ടുള്ളൊരു വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 22 പൗലോസിൻ്റെ ഒരു സാക്ഷ്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. പൗലോസ് കർത്താവിനോട് ചോദിച്ച 2 ചോദ്യങ്ങൾ. നമ്മളിതിനു മുമ്പ് പലപ്പോഴും ഇത് പറഞ്ഞിട്ടുള്ള സാങ്ക്വറി നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യമായിട്ട് പൗലോസ് കർത്താവിനോട് ചോദിച്ച ആ ചോദ്യങ്ങൾ ആത്മീയമായിട്ട് പറഞ്ഞ പൗലോസിൻ്റെ ജീവിതത്തിൽ ഉടനീളമുള്ള 2 ചോദ്യങ്ങളായിരുന്നു. അതും ഈ ഒരു റൂട്ടും ഷൂട്ടും മാതിരിയുള്ള വാക്യങ്ങളാണ്. എന്താ? അപ്പോസ്തല പ്രവൃത്തി 22:8 വാക്യത്തിൽ ഹൂ ആർ യു ലോർഡ്? കർത്താവ് നീ ആര് എന്ന് പൗലോസ് രക്ഷിക്കപ്പെടുന്ന ആ സമയത്തെക്കുറിച്ച് പറയുക. ദമാസ്കസിലുള്ള പടിവാതിൽക്കൽ താനായിരുന്നു നിൽക്കുന്ന സമയത്ത് താൻ കുതിരപ്പുറത്തുനിന്ന് വീഴുന്നു. അപ്പോൾ ശൗലേ ശൗലേ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത് എന്നൊരു വാക്യം, എന്നൊരു ശബ്ദം കേൾക്കുക, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് 7ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പം കർത്താവിനോട് ചോദിക്കും, നീ ആരാകുന്നു? കർത്താവെ ലോർഡ് ഐ വോണ്ട് ടു നോ യു. അത് കർത്താവിൽ വസിച്ച് തന്നെ സാഴ്ത്തി സമർപ്പിച്ച് കർത്താവിനെ അറിയുന്ന ഒരു കാര്യം. എന്നാൽ അതിൻ്റെ മേലോട്ടുള്ള പണി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണേ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ആ ശുശ്രൂഷ. പക്ഷേ ഡു ലോഡ് 10ാമത്തെ വാക്യം അപ്പോസ്തല 22:10 കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? ഹൂ ആർ യു ലോഡ്? വാട്ട് ഷാൽ ഐ ഡു ലോഡ്? കർത്താവെ നീ ആരാകുന്നു? കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? അതും ഒരു റൂട്ടും ഷൂട്ടും മാതിരിയുള്ള ഒരു വചനമായിട്ട് നമ്മളവിടെ കാണുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മെ തന്നെ ഓരോ സമയത്തും നമ്മളുടെ ആ സ്വയത്തിലെ ജഡത്തിലങ്ങ് വസിക്കാതെ, ജഡപ്രകാരം അങ്ങ് ജീവിക്കാതെ, സ്വയത്തിൻ്റെ ചോദനകൾക്കനുസരിച്ച് ജീവിക്കാതെ നമ്മളെ തന്നെ ഓരോ സമയത്തും നമ്മളെ തന്നെ അങ്ങ് ജീവനുള്ള യാഗമായിട്ട് താഴ്ത്തി സമർപ്പിക്കുകയാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാ നമ്മളിൽ ഒന്ന് നിറഞ്ഞ് യേശുവിൻ്റെ ജീവിതം നമ്മളിൽ വെളിപ്പെടും. അതാണ് നമ്മൾ ഗലാത്യർ 2:20 ഇതുപോലൊരു വാക്യമായിട്ട് നമ്മളിപ്പോഴും പറയാറുണ്ടല്ലോ. ഞാനോ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്നെ തന്നെ താഴ്ത്തി ജീവനുള്ള യാഗമായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇനി ക്രിസ്തു എന്നിൽ വസിക്കുന്നത്, ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നു, ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ളൊരു കാര്യം പൗലോസ് അവിടെ സാക്ഷ്യമായിട്ട് ഇതേ പ്രിൻസിപ്പിൾ വചനത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി കുറച്ച് വാക്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തതാണ്. പിന്നെ ഈവൻ കർത്താവ് തന്നെ ശബ്ബത്ത് വിശ്രമത്തെക്കുറിച്ച് പറയുന്ന വാക്യവും നമുക്കറിയാം. എന്താ? എബ്രായർ 4:9 വാക്യത്തിൽ ശബ്ബത്ത് വിശ്രമത്തിൽ പ്രവേശിച്ചിട്ടുള്ളവരുടെ കാര്യം. ഇപ്പം തന്നെ ഈ മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ ഫലം കായ്ക്കുന്നത് അതിൻ്റേതായ ഒരു സ്വയത്തിൻ്റെ ഒരു അധ്വാനത്തിലല്ല, മറിച്ച് മുന്തിരിവള്ളി ഫലം കായ്ക്കുന്നത് എങ്ങനെയാ? കൊമ്പിലങ്ങ് വസിച്ച് വിശ്രമിച്ച്. മാർത്ത ഒത്തിരി കാര്യങ്ങളങ്ങ് നടന്ന് ചെയ്യുക. എന്നാൽ മറിയം ആ ഒരു വിശ്രമത്തോടെ കർത്താവിനെ കാൽപാദത്തെങ്കിൽ ഇരുന്നു കർത്താവ് പറയുന്ന കാര്യങ്ങൾ മറിയം ചെയ്തു എന്നുള്ളതുപോലെ ഇവിടെ കർത്താവിൻ്റെ ഒരു ശബ്ബത്ത് വിശ്രമത്തിൻ്റെ കാര്യം പറയുമ്പം എബ്രായർ 4-ാം ആ ശബ്ബത്തിൽ വിശ്രമത്തിൻ്റെ കാര്യം 9ാമത്തെ വാക്യത്തിൽ പറയുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അതിൻ്റെ 10ാമത്തെ വാക്യം ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ, എബ്രായർ 4:10 അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായിരിക്കുന്നു. സ്വയത്തിൽ നിന്നുള്ളൊരു പ്രവൃത്തികളിൽ നിന്നൊക്കെ നിവൃത്തനായിരിക്കുന്നു. ഹി ഹാസ് റെസ്റ്റഡ് ഫ്രം ഹി ഹു ഹാസ് എൻഡേർഡ് ഹിസ് റെസ്റ്റ് ഹാസ് ഹിംസെൽഫ് ഓൾസോ റെസ്റ്റഡ് ഫ്രം ഹിസ് വർക്ക്സ് ആസ് ഗോഡ് ഡിഡ് ഫ്രം ഹിസ്. ദൈവം പ്രവൃത്തികളൊക്കെ ചെയ്ത് 7ാം ദിവസം വിശ്രമിച്ചു എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഉള്ള അതിൻ്റെ ഒരു താരതമ്യമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുക. നമ്മളുടെ സ്വയത്തിൻ്റെതായ പല പ്രവൃത്തികളും ഞാൻ തന്നെ ജീവിക്കുന്നു, ഞാൻ തന്നെ പ്രവർത്തിക്കുന്നു, ഞാൻ അത് പ്ലാൻ ചെയ്യുന്നു, അവിടെ പോകുന്നു, ഇത് ചെയ്യുന്നു, നമ്മളുടേതായ രീതിയിലുള്ള പല പല പ്രവർത്തനങ്ങളും അതും ഇതൊക്കെ ദൈവത്തോടൊരു ആശ്രയമോ ഒരു ആലോചനയൊന്നും ഇല്ലാതെ ദൈവത്തിലൊരു ഫോർമലായിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നു. അത് പക്ഷേ നമ്മൾ അവിടെ അങ്ങ് ജീവിക്കുന്നേ. പക്ഷേ ഞാനിവിടെ അങ്ങ് ആത്മാവിൻ്റെ തലത്തിലേക്ക് വന്ന കർത്താവിൽ അങ്ങ് വസിക്കുന്നു. മറിയത്തെ പോയി കർത്താവിൻ്റെ കാൽക്കലിരുന്ന് കർത്താവ് അവിടത്തേക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്ക് അങ്ങേ അറിയണം എന്ന് ഞാൻ പറയുമ്പോൾ ആ കർത്താവിനെ അറിയുന്ന ആ ഒരു ശക്തിയിൽ നിന്നാണ് കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി. എനിക്ക് അങ്ങേ അറിയണം, മോക്ഷാല ഇടൂ, ഞാൻ എന്താ അവിടത്തേക്ക് വേണ്ടി ചെയ്യേണ്ടത്. നമ്മൾ അപ്പോസ്തലർ 22:8-10 വാക്യങ്ങൾ നമ്മൾ കേട്ടതുപോലെ അവിടെ ഒരു വിശ്രമത്തോടു കൂടിയുള്ളൊരു പ്രവൃത്തിയാണ്. നമ്മൾ 2-3 ആഴ്ച മുമ്പ് ആ ഒരു വിശ്രമത്തോടു കൂടിയുള്ള പോരാട്ടം
സ്വസ്ഥതയോടുകൂടിയുള്ള അധ്വാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞായറാഴ്ച ഒരു ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ അതാ യഥാർത്ഥത്തിലൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു വൈരുദ്ധ്യം. നമ്മൾ കർത്താവിൽ അങ്ങ് വിശ്രമിക്കുകയാണ്. പിന്നെ കർത്താവിൽ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമെന്നല്ല, മറിച്ച് കർത്താവ് തരുന്ന ആ ബലം കൊണ്ടാണ് നമ്മൾ പിന്നെ പ്രവർത്തിക്കുന്നത്. അത് സ്വയത്തിൻ്റെ ഒരു അധ്വാനമല്ല, മറിച്ച് കർത്താവിൽ വസിച്ച് കർത്താവ് നമ്മളിൽ വസിച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് ആ കാര്യങ്ങൾ വെളിപ്പെടുന്ന ഒരു കാര്യം. അപ്പം അതാ നമ്മളിപ്പം തിരിച്ച് യോഹന്നാൻ 15-ന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ എത്തിയുള്ളൂ. നമ്മൾ ഉന്തുവണ്ടി തള്ളിയിട്ട് 4-ാമത്തെ വാക്യത്തിൽ തന്നെ ആയിരുന്നു നമ്മളിപ്പോൾ. ഞാനതങ്ങ് വായിച്ച് തീർത്തോട്ടെ. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായിട്ട് കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ആ ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് അതേ കാര്യം തന്നെ കർത്താവ് വീണ്ടും പറയും, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. നിങ്ങളാണ് കൊമ്പുകൾ, നിങ്ങൾ യു ആർ ദ ബ്രാഞ്ചസ് എന്ന് ആ 11 ശിഷ്യന്മാരെ നോക്കിയാൽ കർത്താവ് പറയുന്നത്. അതുപോലെ നമ്മളെയും കർത്താവ് കാട്ടൊലിവായിരുന്നു, നമ്മളെയും കർത്താവ് കൊമ്പുകളാക്കി തീർത്തു കർത്താവിൻ്റെ വലിയ കരുണയിൽ. അതുകൊണ്ട് നമുക്ക് ഞെളിയാതെ കർത്താവിൽ വസിക്കാം. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ, കർത്താവിൽ നമ്മൾ വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്താ? കർത്താവ് നമ്മളിൽ വസിക്കുന്നു. ഏതൊരളവിൽ ഏതൊരാഴത്തിൽ നമ്മൾ കർത്താവിൽ വസിക്കുന്നുവോ ആ ഒരു ആഴത്തിലായിരിക്കും കർത്താവ് നമ്മളിൽ വസിക്കുന്നത്. കർത്താവ് നമ്മളിൽ വസിക്കുന്നു പറയുമ്പോൾ കർത്താവ് നമ്മളിലൂടെ ചിന്തിക്കുന്നു, നമ്മളിലൂടെ നോക്കുന്നു, നമ്മളിലൂടെ പറയുന്നു. നമ്മളിൽ വസിക്കുവാൻ കർത്താവിന് വലിയ താല്പര്യമാണ്. കർത്താവിൽ നമ്മളിൽ ജീവിക്കുവാൻ എന്ന് പറഞ്ഞാൽ അനേകരോട് നമ്മളിലൂടെ സംസാരിക്കണം കർത്താവിന്. നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യയോട്, ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോടൊക്കെ യേശുവിന് സംസാരിക്കാൻ ആരാ ഉള്ളത്? 5-ാമത്തെ സുവിശേഷമായിട്ടുള്ള ഞാനാ ഉള്ളത്. ബാക്കി 4 സുവിശേഷങ്ങളുണ്ട്. എന്നാൽ 5-ാമത്തെ സുവിശേഷമായിട്ടുള്ള എന്നെ, നമ്മളെ ഓരോരുത്തരെയാണ് എല്ലാവരും സശ്രദ്ധം വായിക്കുന്നത്. അപ്പം അവർക്ക് യേശുവിനെ കാണാനും കേൾക്കാനും തൊടാനും യേശുവിനെ മണക്കാനും ഒക്കെ ഉള്ള ഒരു യേശു ജീവിക്കുന്ന ഒരു ആലയമായിട്ടാണ് നമ്മളായിരിക്കേണ്ടത്. അപ്പം അതാ ഒരുവന് എന്നിൽ വസിക്കുകയും അങ്ങനെയാണെങ്കിൽ ഞാൻ അവനിലും വസിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അവന് അധികം ഫലം കായ്ക്കുന്നു. നമ്മളിപ്പം 2-ാമത്തെ വാക്യത്തിൽ കണ്ടു. പ്രൂൺ ചെയ്യുമ്പോൾ ഒരു അധികമായിട്ട് ഫലം കായ്ച്ചതെന്ന് മച്ച് ഫ്രൂട്ട്, അത് വളരെ ഫലം കായ്ക്കും. പ്ലിയോൺ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ മോർ ഫ്രൂട്ട് 2-ാമത്തെ വാക്യത്തിൽ. ഇവിടെ പോളിസാക്കറൈഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പോളസ്, മച്ച് ഫ്രൂട്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. വളരെ ഫലം കായ്ക്കും. വളരെ ഫലം കായ്ക്കും എന്ന് പറയുമ്പോൾ വളരെ വിളവുണ്ടാകും. വളരെ ഫലം, അല്ലെങ്കിൽ പോളസ് കാർപ്പോസ് എന്ന് പറയുന്ന അതേ പദപ്രയോഗം തന്നെ കർത്താവ് പറഞ്ഞത് അത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. യോഹന്നാൻ 12-24 ആ ഒരു കാര്യം നമ്മൾ വളരെ ഫലം കായ്ക്കും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. അവിടെ ആ ക്രൂശിനോടുള്ള ബന്ധത്തിൽ ഗോതമ്പ് മണി യോഹന്നാൻ 12-24 വളരെ വിളവുണ്ടാകുന്ന മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അവിടെ ഇംഗ്ലീഷിൽ മച്ച് ഫ്രൂട്ട് അല്ലെങ്കിൽ പോളസ് കാർപ്പോസ് എന്ന് പറഞ്ഞാൽ അതേ ഗ്രീക്ക് പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കർത്താവിൽ നമ്മൾ വസിക്കുകയും കർത്താവ് നമ്മളിൽ വസിക്കുകയും ചെയ്യുമ്പോഴാണ് വളരെ ഫലം കായ്ക്കുന്നത്. അതേ കാര്യം തന്നെ കർത്താവ് വേറൊരു കോണ്ടെക്സ്റ്റിൽ യോഹന്നാൻ 12-24 എന്താ പറയുന്നത്? ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് വീണ് നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ നിലത്ത് വീണ് ഗോതമ്പ് വീണ് ചാകുമ്പോഴാണ് കർത്താവിൽ വസിക്കുന്നത്. എന്നുവെച്ചാൽ സ്വയത്തിൽ അവിടെ ഒരു മരണം ഉണ്ടാകുമ്പോഴാണ് ആത്മാവിൻ്റെ തലത്തിൽ കർത്താവിൽ വസിക്കുന്നൊരു തലത്തിലേക്ക് നമ്മൾ വരുന്നത്. അല്ല അങ്ങനെ ചാകുന്നില്ലെങ്കിൽ തന്നെ ഇരിക്കും. ചത്തുവെങ്കിലോ ആ ഒരു സ്വയത്തിലൊരു മരണം സംഭവിക്കുന്നുവെങ്കിൽ ആത്മാവിലൊരു ജീവനുണ്ട്, അത് വളരെ വിളവുണ്ടാകും, മച്ച് ഫ്രൂട്ട് ഉണ്ടാകും. അതേ യോഹന്നാൻ 12-24 പോളസ് കാർപ്പോസ്, മച്ച് ഫ്രൂട്ട്, വളരെ വിളവ് അല്ലെങ്കിൽ വളരെ ഫലം എന്നുള്ളൊരു പദപ്രയോഗ കർത്താവ് ഇവിടെ യോഹന്നാൻ 15-5 നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതൊരു നാണയത്തിന് ഒരു വശമാണ്. എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിനെ പിരിഞ്ഞ് എന്തെങ്കിലും നമ്മൾ ചെയ്താലും അത് നിത്യതയുടെ വെളിച്ചത്തിൽ മരവും പുല്ലും വൈക്കോലും പോലെ ആയിരിക്കും. എന്നാൽ കർത്താവ് നമ്മളിൽ വസിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള എല്ലാം ചെയ്യാൻ സാധിക്കും. അതെവിടെ നമ്മൾ വായിക്കുന്നത്? ഫിലിപ്പിയർ 4:13 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. അത് രണ്ടും ഈ യോഹന്നാൻ 15-5 ഫിലിപ്പിയർ 4:13 ഒരേ നാണയത്തിന് 2 വശങ്ങളായിട്ട് നമുക്ക് കാണാനൊക്കെ. നമ്മുടെ ജീവിതത്തിൽ എത്രയധികം കർത്താവിനെ പിരിഞ്ഞൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക്, വെളിപ്പാടിലേക്ക് നമ്മൾ വരുന്നു, അത്രയധികം ആണ് കർത്താവ് നമ്മളിൽ വസിച്ച് കർത്താവിനെ ശക്തനാക്കുമ്പം എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് വെച്ചാൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നല്ല ജീവിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് അപ്പോൾ ആ ഒരു 4-5 വാക്യങ്ങളെ നമുക്കിന്ന് ചിന്തിക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ ആ ഒരു വാക്യം കർത്താവ് നമ്മുടെ ഹൃദയപലകമേൽ അധികമായിട്ട് ആഴത്തിൽ എഴുതിയിടാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവെ ഓരോ ദിവസവും കർത്താവിൽ തന്നെ വസിക്കുന്നത് എങ്ങനെയാണെന്നും കർത്താവിനിൽ വസിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം അതൊരു അനുഭവമായിട്ട് ആയിത്തീരുവാൻ തക്കവണ്ണം നമ്മളെ കാണുന്നവർക്ക് ഈശോ നമ്മളിൽ വസിക്കുന്ന സഹോദരനായിട്ട് സഹോദരിയായിട്ട് അധികമായിട്ട് കാണുവാൻ
അതിനായിട്ട് നമുക്കായിട്ട് ഒന്നേ ചെയ്യാനുള്ളൂ. ഈ കർത്താവിൽ വസിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? സുവർണ്ണകൽത്താരയിൽ നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി 0 ആയിട്ട് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ ഓരോ സമയത്തും അങ്ങനെ നമ്മളുടെ ആ ഇച്ഛയെ ദൈവത്തിന് മുമ്പാകെ സമ്പൂർണ്ണമായിട്ടും കീഴടക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് കർത്താവ് നമ്മളിൽ വസിക്കും. അങ്ങനെ ഒരു ജീവിതം അധികമായിട്ട് അതൊരു ഫലം നിറഞ്ഞൊരു ജീവിതം ജീവിപ്പാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മുന്തിരിവള്ളിയിലെ കൊമ്പുകളെ പോലെ നമ്മളേറ്റവും നിസ്സഹായരാണ്. നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല നിസ്തുലനാം യേശുവേ. ആ ഒരു ബോധ്യം നമ്മളെത്ര ബലഹീനരാണ്. ആ ബലഹീനത അത് നമ്മളറിയുമ്പോഴാണ് നമ്മളറിയാതെ കർത്താവിലങ്ങ് ചാരുകയും വസിക്കുകയും ചെയ്ത് നമ്മുടെ ആ സ്വന്തം ഇഷ്ടം വലിയ ഒരു സ്വയത്തിൻ്റേതായ ആ വലിയ ശക്തിയൊക്കെ അങ്ങ് തകരുന്നതനുസരിച്ച് നമുക്ക് അധികമായിട്ട് ആഴത്തിൽ കർത്താവിൽ വസിക്കാൻ സാധിക്കുന്നത്. നമ്മൾ കേട്ടതുപോലെ ഞെളിയാതെ ഭയപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ ചെത്തിവെടുപ്പാകുന്ന കത്തിക്ക് നമ്മൾ വിധേയപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആ വചനത്തിൻ്റെ ശാസനയ്ക്ക് കറക്ഷന് വചനത്തിന് വിധേയപ്പെട്ട് കൊടുക്കുമ്പോൾ ആ വചനത്താൽ ശുദ്ധമായി തീർന്ന് ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെടുമ്പോഴാണ് ആത്മാവിൻ്റെ തലത്തിലുള്ള ഒരു വാസം നടക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമായിട്ട് അധികം ഒരു യാഥാർത്ഥ്യമായിട്ട് അധികം ആഴങ്ങൾ അനുഭവിക്കുന്നവരായിട്ട് നമുക്ക് കർത്താവേ അങ്ങേ പിരിഞ്ഞൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ ഒരു നിസ്സഹായതയോടുള്ള ആശ്രയത്തിൽ കർത്താവിനെ നോക്കിക്കൊണ്ട് നമുക്ക് പാടാം. നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല നിസ്തുലനാമേശുവേ, നിന്നെ മറന്നൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാം ദൈവമേ. ഓരോ ദിവസവും നിൻ കൃപയിൽ, ഓരോ നിമിഷവും നിൻ നിറവിൽ, ഓരോ ദിവസവും നിൻ കൃപയിൽ, ഓരോ നിമിഷവും നിൻ നിറവിൽ. സ്നേഹം പകരുവാൻ ഗാനങ്ങൾ പാടുവാൻ നിന്നേല തിരിച്ചിടുവാൻ, സ്നേഹം പകരുവാൻ ഗാനങ്ങൾ പാടുവാൻ നിന്നേല തികച്ചിടുവാൻ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല നിസ്തുലനാമേശുവേ, നിന്നെ മറന്നൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാം ദൈവമേ. നിൻ സാന്നിധ്യം സദാ നേരത്തിലും സാത്താനെ സമ്പൂർണമായി ജയിക്കാൻ, നിൻ സാന്നിധ്യം സദാ നേരത്തിലും സാത്താനെ സമ്പൂർണമായി ജയിക്കാൻ. പാപം വെറുക്കുവാൻ മോഹം വെടിയുവാൻ ത്യാഗം സഹിച്ചിടുവാൻ, പാപം വെറുക്കുവാൻ മോഹം വെടിയുവാൻ ത്യാഗം സഹിച്ചിടുവാൻ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല നിസ്തുലനാമേശുവേ, നിന്നെ മറന്നൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാം ദൈവമേ. എല്ലാ നേരവും നിൻ ശക്തിയിൽ
നന്മ പ്രവൃത്തികൾ ചെയ്തിടുവാൻ എല്ലാ നേരവും നിൻ ശക്തിയിൽ നന്മ പ്രവൃത്തികൾ ചെയ്തിടുവാൻ നിന്ദാസനാകുവാൻ ക്രൂശു ചുമക്കുവാൻ നിൻ സാക്ഷ്യം വഹിച്ചിടുവാൻ നിന്ദാസനാകുവാൻ ക്രൂശു ചുമക്കുവാൻ നിൻ സാക്ഷ്യം വഹിച്ചിടുവാൻ കൃപയിൻ ഉറവേ ചൊരിയൂ അറിവിൻ വരങ്ങൾ ചൊരിയൂ കൃപയിൻ ഉറവേ ചൊരിയൂ അറിവിൻ വരങ്ങൾ ചൊരിയൂ നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല നിസ്തുലനാമേശുവേ നിന്നെ മറന്നൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാം ദൈവമേ. കർത്താവെ, അങ്ങയെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കർത്താവെ, അങ്ങയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കഴിക്കാൻ സാധിക്കത്തില്ലല്ലോ. ഞാൻ എത്ര നിസ്സഹായനാണെന്നുള്ളൊരു ബോധ്യം കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാട്ടൊലുവായിരുന്നു നമ്മളെ കർത്താവ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത വലിയ കരുണയാൽ അവിടുന്ന് നമ്മളെ വചനം പറഞ്ഞ് ശുദ്ധമാക്കി ഞങ്ങൾ എത്ര നിസ്സഹായരാണെന്നുള്ള ഒരു ബോധ്യത്തോടെ അങ്ങയിൽ അങ്ങ് ആഴത്തിൽ ചാരുവാൻ കർത്താവെ അവിടുത്തെ ആ വചനമാകുന്ന കത്തിയാൽ ശുദ്ധമാക്കപ്പെട്ട് കർത്താവെ ഞങ്ങൾ ആത്മാവിൻ്റെ തലത്തിലേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ എപ്പോഴും അവിടെ തന്നെ വസിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. എപ്പോഴും അവിടുത്തെ മുമ്പാകെ ഒരു വട്ടപൂജ്യമായിട്ട് ഒരു സീറോ ആയിട്ട് കീപ്പ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ആ സ്വന്തഹിത എപ്പോഴും ഞങ്ങളുടെ ആ ജഡം ഞങ്ങളുടെ സ്വയം എപ്പോഴും അത് അൾത്താരയിൽ തന്നെ ആയിരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ അളവില്ലാതെ നിറച്ചാട്ടെ അങ്ങ് ഞങ്ങളിൽ വസിക്കുന്ന ഒരു ജീവിതം കർത്താവെ അങ്ങനെ അവിടുത്തെ വചനത്തെ പ്രമാണിക്കുവാനും അങ്ങനെ ആഴത്തിൽ അങ്ങയിൽ വസിക്കുവാനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളിൽ വസിക്കുന്ന ഒരു ജീവിതം കർത്താവെ അത് തന്നെ ഞങ്ങൾക്ക് വേണം. കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ സഹായിക്കണം. അങ്ങേ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാൽ അങ്ങ് ഞങ്ങളെ ശക്തയാക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാത്തിലും ഞങ്ങൾ മതിയായവളാണെന്നുള്ളൊരു വലിയ വിശ്വാസവുറപ്പ് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒരു സ്വസ്ഥതയോടെ അങ്ങേക്ക് വേണ്ടി അധ്വാനിക്കുവാനും വിശ്രമത്തോടെ അങ്ങേക്ക് വേണ്ടി പോരാടുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചാട്ടെ. നന്ദി കർത്താവേ, നന്ദി. ഇത്രത്തോളം ഞങ്ങൾ വഴി നടത്തിയല്ലോ. നന്ദി യേശുവേ, നന്ദി. പ്രാർത്ഥനയുടെ നീ സ്തുതിക്കുന്നു എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.